കേരളോർമയിലൊക്കെ പഠിക്കുമ്പില്ലേ ഞാൻ വരുന്നത് നോക്കിയിരിക്കും പിള്ളേര്. നീ എൻ്റെ പ്രിയ തോഴനല്ലേ അല്ലേ അല്ലേ ആ അഹങ്കാരി എന്തൊക്കെ ധിക്കാര പറയണതാണ്. ഇങ്ങനെ പൊക്കണം. ശത്രുക്കളില്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഞങ്ങൾക്ക് വധഭീഷണിയൊക്കെ വന്നിട്ടുള്ളതാണ്. വെറുതെ ഒരു ഇരിക്കുമ്പോ പൈസ ഇങ്ങനെ തന്നെ വരും. അമേരിക്കയിൽ ഡോളർ അവർ അയച്ചു തരും. നമ്മൾ അഡ്രസ് മാത്രം കൊടുത്താൽ മതി. ഒരേ വഴി നടക്കണം. കൊടുങ്ങല്ലൂരേ കുടിലിന്റെ അണിച്ചിത്രത്താഴൊക്കെ 5-6 ദിവസം കൊണ്ടാണ് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞത് സ്കൂളിൽ. നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാനു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ പിന്നാമ്പുറത്താണ് ഇരിക്കുന്നത്. വശമാണ് പിന്നാമ്പുറത്തിനേക്കാളും ഭംഗി. അല്ല, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് പറയാൻ പറ്റിയല്ലേ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ബാക്ക്ഗ്രൗണ്ട്. ആദ്യത്തെ കമന്റ് ബീന പ്രഭാകരൻ. ഇതൊരു അനുഗ്രഹം തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് അറിയൂ. എൻ്റെ അച്ഛനും സഹോദരനും ആശുപത്രിയിൽ കിടന്നപ്പോൾ നല്ല മനസ്സുള്ളവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊടുക്കുന്ന പൊതിച്ചോറ് കൊണ്ടാണ് ഒരു നേരത്തെ ആഹാരം കഴിച്ചത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. അജുവേട്ട, സരിത, ജഗ്ഗു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതിച്ചോറ് കൊടുത്ത വീഡിയോയിലത്തെ കമൻ്റാണ്. ആളുകൾ ചില സമയത്ത് ഭക്ഷണമൊക്കെ കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിലും എന്നൊക്കെ ആഗ്രഹിക്കും. നമ്മൾ ചില സമയങ്ങളിലേ മെഡിക്കൽ കോളേജിലൊക്കെ ആശുപത്രിയിലൊക്കെ ചില സമയങ്ങളിലേ ഭക്ഷണം കിട്ടാണ്ട് വരുമ്പോൾ നല്ല ഒരു കാര്യമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെല്ലായിടത്തും. അപ്പൊ ഒരുമാതിരി എല്ലാ കുടുംബങ്ങളും ഇതിൽ ഭാഗമാകുന്നുണ്ടായിരിക്കും ഈ ഒരു സൽക്കർമ്മത്തിൽ. നമ്മൾക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് നമ്മൾ അതുവഴി കാണിക്കണം. നമ്മൾ കൊടുക്കണത് ചാനലില്ലാത്തവർക്ക് അവരറിയണില്ല, കൊടുക്കണത് അറിയണില്ല. ഷിജി പുന്നോക്കിൽ. ഹായ്, എന്ത് രസം. സരിതേച്ചിയുടെ പാട്ട് കേട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നും കേട്ടാൽ അത്രയും ഹാപ്പി. പൊതിച്ചോറ് സൂപ്പർ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നവരുടെ സന്തോഷം, അത് മതി നമ്മുടെ മനസ്സ് നിറയാൻ. ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണിത്. അന്നദാനം മഹാദാനം എന്നല്ലേ. ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ്. കാലത്ത് അതിരാവിലെ നമ്മുടെ വീടിൻ്റെ ആ ബാക്കിൽ ആദ്യം സൂര്യൻ ഉദിച്ചോടുന്നത് കുറെ നാള് അവിടെ ഇരുന്നു. അതെപ്പോഴാന്നറിയോ? അത് വൃശ്ചികം തൊട്ട് ആ ഒരു സമയല്ലേ, അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളില്ലേ, ആ സമയങ്ങളിൽ പകൽ സമയം കൂടുതലും കുറവും രാത്രി ടൈം കൂടുതലായിരിക്കും അല്ലേ. ആ സമയത്താണ് അപ്പൊ ആ ഭൂമിയുടെ ആ പരിക്രമണത്തിൽ വരുന്ന ഒരു ചെരിവും കാര്യങ്ങളൊക്കെ സ്ഥാനമാറ്റമൊക്കെ കൊണ്ടായിരിക്കും ആ മൂലയിലാണ് സൂര്യനുദി. ഇപ്പൊ ശരിക്ക് കിഴക്ക് വശത്താണ്. അപ്പൊ ആ മേച്ചേരെ പറമ്പിന്റെ ആ തെങ്ങിന്റെ ഇട കൂടെ കാലത്ത് അങ്ങോട്ട് സൂര്യനോട് വരുമ്പോഴില്ലേ, ആ സമയത്ത് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇപ്പൊ ഒരുവിധമൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോ മഴയും അന്ന് മഴയുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അത് കാണാൻ ഭംഗി. അതിന്റെ ഒപ്പം സരിത പാട്ട് പാടുന്ന വിചാരിച്ചല്ല, ഞാൻ അരി കഴുകുമ്പോ പാടണ്ടായിരുന്നു അവിടെ വന്നിട്ട്. അത് കണ്ടപ്പോഴേ അത് എപ്പോഴും ഈ സൂര്യൻ നമ്മളിങ്ങനെ ഇവിടെ തന്നെയല്ലേ പണിയെടുക്കുക അടുക്കളയിൽ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട്. അപ്പൊ ഇങ്ങനെ സൂര്യപ്രകാശം വന്ന് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ആ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് എനിക്ക് ഈ പാട്ട് തന്നെ വായിൽ വരും. ഉഷാകിരണങ്ങൾ പുൽകി ആ പാട്ട് ഇങ്ങനെ വരും. അതാ അതും പാടാറുണ്ട് ഞാൻ. ഉഷസേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. വസന്തം ഉദ്യാനവിരുന്നില്ലെങ്കിൽ കുസുമങ്ങളിവിടെ മലരുകില്ല. ഉഷസേ. നല്ല പാട്ടാണ്. അതിന്റെ വരികളോ? ഹിമഗിരി ഹൃദയം ഉരുകിയില്ലെങ്കിൽ ഹരിതാപ ഭൂമിക്ക് ഗംഗയില്ല. കഥനത്തിൻ പത്മചിതയില്ലെങ്കിൽ കണ്ണുനീർ പുഷ്പങ്ങൾ വിടരുകില്ല. കണ്ടാ വരികളുടെ അർത്ഥം? അയ്യോ അതെനിക്കറിയില്ല. വയലാറാന്നുകൊണ്ട് കവിതയെ. അപ്പൊ കാലത്ത് പ്രഭാതകിരണങ്ങൾ ഇങ്ങനെയാണ് വരുമ്പോ നമുക്ക് ഈ വക പാട്ടുകളൊക്കെ വരും. ഇല്ല, അത് ഞാൻ പാടാറുള്ളത് ഒന്നിത് ഉഷസേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ, പിന്നെ
ഉഷാകിരണങ്ങൾ, അതാണ് എപ്പോഴും പാടാറ്. അല്ലെങ്കിൽ പിന്നെ പാടാ പ്രഭാതം പ്രഭാതം പൂമരക്കൊമ്പിൽ തൂവൽ കുടഞ്ഞു. അത് എല്ലാം മനസ്സിനെ അതല്ല, അതെനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ആ പാട്ട് ഞാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞതിന് മുന്നേ പാടുമ്പോഴേ തുന്തിരി കളിയാക്കും. ആ പാട്ട് ഞാൻ പാടി വരുമ്പോ എന്നിട്ടെന്നറിയോ, അതിലൊരു വരിയുണ്ട്, നീ എൻ്റെ പ്രിയ തോഴനല്ലേ അല്ലേ അല്ലേ അവ അല്ലേ അല്ലേ എന്ന് പറയുമ്പോ വന്നിട്ട് എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കി. അപ്പൊ അതെനിക്ക് ഈ പാട്ട് പാടുമ്പോഴൊക്കെ അത് ഓർമ്മ വരും. അടുത്തത് രാസിലുലു, മഴ കാണിക്കല്ല അജു, UAE ചൂട് കൊണ്ട് കത്തുന്നു, കൊതിയാകുന്നു മഴ കാണുമ്പോ. ചൂട് ഭയങ്കരല്ലേ ഗൾഫ് രാജ്യങ്ങളില്. അടുത്തത് ഷീജ മോഹൻദാസ്, അജു സരിത, ഞാൻ നിങ്ങളെ പുകഴ്ത്തി പറയുന്നതല്ല, നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ സരിതയുടെ പാട്ട് സൂപ്പറായിരുന്നു. മഴ പെയ്യുമ്പോൾ നിങ്ങളുടെ വീടും പരിസരം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്, വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അന്നദാനം മഹാദാനം എന്നാണ് പറയുക. കുറെ പേര് അങ്ങനത്തെ കണ്ടമാനം പേര് അങ്ങനെയാണ്. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇത് ചോറുപൊതി എല്ലാവരും കൊടുക്കുന്നത് തന്നെയാണ്. അതെ, ഞങ്ങളാണ് കൊടുക്കാണ്ടിരുന്നോടന്നെ, ഞങ്ങൾ അറിയാറില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, വീടിന്റെ ബാക്കിലല്ലേ നമ്മള്. ഇവിടെ ഇങ്ങനെ ഒരു വീടുള്ളതും അവർക്കറിയില്ല. അവര് വലിയേട്ടന്റെ അവിടെ വരെ വന്ന് പോകാറ പതിവ്. ഇതിപ്പോ അന്ന് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരമാണ് ഉച്ചരിഞ്ഞാണ്. ഇനി വരള്ളോ, നാളെ കൊടുക്കണ്ടെങ്കിൽ തലേദിവസം വൈകുന്നേരം അവര് വന്ന് പറയല്ല. ഇപ്പോഴും നമ്മൾ എല്ലായിടത്തും പോവാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവര് തലേദിവസം വന്ന് ചോദിക്കണേ. അതെന്തുട്ടാ വെച്ചിട്ടുണ്ടെങ്കിലേ അവർക്കൊരു ടാർജറ്റ് ഉണ്ടാവും, ഇത്ര ഊണ് ഒരു ദിവസം കൊണ്ടുപോകണമെന്ന്. അതാണ് അവർ തലേദിവസം വന്നിട്ട് നമ്മളോട് തരാൻ പറ്റുമെന്ന് ചോദിക്കും, എത്ര ഊണ് തരാൻ പറ്റുമെന്നും ചോദിക്കും. ചിലർ 2 എണ്ണവും കൊടുക്കുക, ചിലർ 5 എണ്ണവും 4 എണ്ണം 6 എണ്ണം അങ്ങനെയൊക്കെയാവും, ചിലർ 10 എണ്ണം കൊടുക്കും. അപ്പോൾ അവരതൊക്കെ എഴുതി കൂട്ടി 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 അവരെ ടാർജറ്റ് എത്തുമ്പോൾ അവർ ആ വീടിൻ്റെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും അന്നത്തെ. പിന്നെ അവിടെ നിന്ന് അങ്കടാവും, പിറ്റേ ദിവസം കൊടുക്കാനുള്ളവർക്ക് അവിടെ നിന്ന് അങ്കടാവും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് തലേദിവസം വന്നിട്ട്. അപ്പം നമ്മൾ തരില്ല എന്ന് പറയാൻ, നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അവർ വേണ്ടാന്ന് വയ്ക്കും. അടുത്തത് ജോഷി ബെനഡിക്റ്റ്, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് എന്തോ വല്ലാത്തൊരു കുളിർമ. സരിത മനോഹരമായി തന്നെ പാടുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നസീർ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലം. കൂട്ടുകാർ കുടുംബസമേതം സിനിമയ്ക്ക് പോയി വന്ന് കഥ പറയുന്നതാണ്. ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത് സിനിമയിൽ എത്ര സ്റ്റണ്ട് ഉണ്ട് എന്നാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ ടാക്കീസ് ഉണ്ടായിരുന്നു, ഇന്നില്ല. അയ്യോ കഴിഞ്ഞ അല്ല, അതെവിടെ അല്ല അതെവിടെ പോയി? അതന്നെ, ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു, ഇന്നില്ല. മിക്ക സിനിമകളും കാണുമായിരുന്നു കുടുംബസമേതം. ആദ്യമായി കണ്ടത് ആട്ടക്കലാശം. പണ്ടത്തെ ഒരു കലാപരിപാടിയായിരുന്നത്. ഈ സ്കൂളുകളിലായാലും കോളേജിലായാലും കേരളോർമയിലൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ വരുന്നത് നോക്കിയിരിക്കും പിള്ളേർ കഥ പറയാൻ വേണ്ടിയിട്ട്. സിനിമേരെ ഞാൻ പറയണത് കേട്ട് കഴിഞ്ഞാൽ കണ്ട പോലെ തോന്നുന്നു പറയും സിനിമ. അങ്ങനെ പറഞ്ഞിട്ട് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന പടമല്ല കേട്ടാ, കേബിള് വന്ന സമയമായിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റിലൊക്കെ ഇങ്ങനെ എപ്പോഴും സിനിമകൾ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേബിൾ വരുന്നതിന് മുന്നേ ആഴ്ചയിൽ ഒരു പടം കാണാൻ പറ്റുള്ളൂ ദൂരദർശനത്തെ. കേബിള് വന്നപ്പോഴാണ് ഈ ഏഷ്യാനെറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് പടം ഉണ്ടാവും, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പടം ഉണ്ടാവും. വൈകുന്നേരമുള്ള പടം പിറ്റേ ദിവസം ഉണ്ടാവും. അപ്പം അതിരുന്ന് കണ്ടിട്ട് അപ്പം നമ്മൾ കാണാത്ത സിനിമകളൊക്കെയാവും. അപ്പോൾ ഓരോ സിനിമകൾ കണ്ടിട്ട് അതിൻ്റെ കഥ പോയി പറയും. സ്കൂളിലും അതെ, ഇപ്പം വല്ലവരും അങ്ങനെ പറയുമല്ലേ. എൻ്റെ ചെറുപ്പകാലത്ത് ഈ പറഞ്ഞ ഇതാണ്, അതായത് ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഇടി ഉണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് അങ്ങനെയൊന്നുമില്ല. ജയിക്കാനെ ജയിച്ചോന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട് അച്ചാച്ചനെ കൂടിയിട്ട് പോയത്. അച്ചാച്ചനെ ഈ സിനിമ 16 ഇടിയാണ് അതിലുള്ളത്. അത് സമയം വെല്ലുവിളി എന്ന് പറഞ്ഞ സോമന്റെ സിനിമയുണ്ട്, അതിൽ 12 ഇടിയാണുള്ളത്. 12 ഇടികളുടെ എണ്ണത്തിന് ഡിമാൻഡ്. പിന്നെ പിന്നെ ഇരുമ്പഴികൾ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടമാനം ഇടിയും വെടിവെപ്പാണ്. നസീർ, ഉമ്മർ, ജയനൊക്കെ ആയിട്ടുള്ള സിനിമ, ജയഭാരതി. ആട്ടക്കലാശം സിനിമ കാണാൻ പോണത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ടീമായിട്ടാണ്, കണ്ടമാനം പേര് കൂടിയിട്ടാണ് പോയത്. ഒരു പണ്ടത്തെ ഡേവിസിൽ ശ്രീഭാം ഹോട്ടലിന്റെ ബാക്കിൽ തിയേറ്റർ ഉണ്ടായിരുന്നു, ഓല തിയേറ്റർ ആയിരുന്നു, അവിടേക്ക് കാണാൻ പോയത്. അവിടുത്തെ തിരക്ക് അവരെ മക്കൾക്കൊന്നും വേണ്ട. അത് ഒല്ലൂർ സെന്ററിൽ തന്നെ കണ്ണായ സ്ഥലം, വലിയൊരു തിയേറ്റർ എടുക്കുക. പക്ഷെ ഒല്ലൂര് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ മറ്റേ കൈരളി ശ്രീ പോലെ തിയേറ്റർ വരുന്നുണ്ട്. ഇപ്പൊ ഇഷ്ടംപോലെ തിയേറ്റർ ആയാലും ഇവിടെ ഫണ്ട് 2 ഗാനുണ്ട്. ഇനിയിപ്പോ ഹൈലൈറ്റ് മള്ള 6 6 സിനിമ കണ്ട്.
അങ്ങനെ അപ്പൊ അതല്ല സിനിമ കഥ പറയലോ 5 മണിച്ചിത്രത്താഴൊക്കെ 5-6 ദിവസം കൊണ്ടാണ് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞത്. സ്കൂളിൽ 8 അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് കൊണ്ട് മണിച്ചിത്രത്താഴ് ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെ ആകെ നമുക്ക് ഇന്റർവെൽ കിട്ടുന്ന സമയത്തല്ല ഇത് പറയാൻ പറ്റുള്ളൂ. അതും ഇങ്ങനെ അഭിനയിച്ച് വിശദീകരിച്ചൊക്കെ പറഞ്ഞു പോണ്ട ഓരോ സീൻ ബൈ സീനായിട്ട്. അപ്പൊ എത്ര ദിവസം കൊണ്ടാന്നറിയോ കഥ പറഞ്ഞു കഴിഞ്ഞാൽ. സരിതയ്ക്ക് പിന്നെ കഥകൾ പറഞ്ഞ് കുട്ടികളെ ക്ലാസ് എടുക്കണ കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അല്ല അത് ജഗ്ഗു ഒക്കെ ചെറുതായിരുന്നപ്പോ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, അവനൊക്കെ എൻ്റെ അടുത്തൊന്നും പോവില്ല കഥ പറയും. കാരണം പിള്ളേരുകൾ എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടാവേ, കല്യാണം കഴിഞ്ഞാലും മുന്നായാലും. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടായാലും ഇവിടെ നിറച്ചു. അന്നൊക്കെ എല്ലാവരും ചെറുതായിരുന്നു കഥ പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മായിയുടെ മക്കളായാലൊക്കെ ചെറിയ പിള്ളേരൊക്കെ പറയാം, ചേച്ചിക്ക് ഉണ്ടാവണ പിള്ളേർക്ക് എന്തൊരു ഭാഗ്യ. കാരണം അവർക്ക് ഈ സ്കൂൾ പൂട്ടുമ്പോൾ മാത്രമല്ല കഥ കേൾക്കാൻ പറ്റണല്ലോ എൻ്റെ. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഭാവിയിൽ മക്കളുണ്ടാവും, അവർക്ക് എപ്പോഴും കേൾക്കാലോ കഥകൾ എന്ന് പറയും. എവിടെ ഈ ക്ലാവിന് കഥയും കേൾക്കണ്ടൊന്നും ഇപ്പൊ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ പണ്ടെടുക്കുമ്പോൾ എൻ്റെ പിന്നാലെ നടക്കും ചോദിച്ചിട്ട്, ഓരോന്ന് ചോദിച്ചിട്ട്. മുന്നേ ചെറുതായിരുന്നപ്പോൾ നമ്മൾ പിടിച്ചിരുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം അതിന് ഇഷ്ടമില്ല. കാർട്ടൂൺ കാണാനല്ല അപ്പൊ ഇഷ്ടമുള്ളോ? അന്ന് നമ്മുടെ ചെറുപ്പത്തിലൊന്നും കാർട്ടൂൺ ഇതൊന്നും ഇല്ലല്ലോ. അല്ല ഞാൻ ടി വിയില് കാണുന്ന കാര്യം പറയണേ. ചോട്ടാ ഭീമോ അത് ഇതൊക്കെ അല്ലേ കണ്ടോടന്നേ. കാട് കേറിപ്പോയി. അതന്നെ. ഗീതാസ് സരിതയുടെ പാട്ട് സൂപ്പർ. അജുവേട്ട സരിതയെ കൊണ്ട് മരുന്ന് എടുത്ത് കഴിക്കുന്നതിനുള്ള ഐഡിയ കേട്ട് ചിരി വന്നു. പിന്നെ പൊതിച്ചോറ് കണ്ട് വയറ് നിറഞ്ഞു. ഞാനും ഈ പൊതിച്ചോറ് ക്യൂ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചി മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ. ചേച്ചിയൊക്കെ സ്ഥിരം വാങ്ങാറുണ്ട്. അവർ ഇടയ്ക്ക് ആശുപത്രിയിൽ കിടക്കാറുണ്ട്. ചേച്ചി ക്യാൻസർ ആണ്. അപ്പം ഞാനും പൊതിച്ചോറ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അടുത്തത് പറയട്ടെ, അടുത്ത് വായിക്കട്ടെ. തലേബ്രോയി പ്രണത. മോര് കാളംകറി കണ്ടപ്പോൾ നാടോടിക്കാറ്റിലെ ചായക്കടക്കാരൻ്റെ മോൻ ശ്രീനിവാസനോട് പറയണ പോലെ ഞങ്ങളുടെ കിണറ്റിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട് എന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു. ഹി 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 ഹി. അത് കാളംകറി ഇതല്ലല്ലോ മോളെ, അത് മോരുകറി അല്ലേ. മോരുകറി സാധാരണ വെള്ളം പോലെ ഇരിക്കുന്നത്. ഞാൻ കട്ടിയില വെച്ചത്. അടുത്തത് സന്ധ്യ ബിജു. നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ സരിതയുടെ ചിരി കണ്ടപ്പോൾ സത്യത്തിൽ ഞാനും വിചാരിച്ചു സരിതേനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞതായിരിക്കുമെന്ന്. ഇങ്ങനെ ഒന്നും ആശിപ്പിക്കരുത് ചേട്ടാ. എനിക്ക് മഴ പെയ്യുമ്പോൾ നിങ്ങളുടെ വീടും പരിസരം കാണുമ്പോൾ അസൂയ തോന്നുന്നു. എനിക്ക് ആ ആംബിയൻസ് കിട്ടിയില്ലല്ലോ എന്നോർത്ത്. എന്താ ഭംഗി സരിത. പുല്ല് വെട്ട്, അതിൽ വല്ല ഇഴജന്തുക്കൾ കിടന്നാൽ അറിയില്ല. കാല് വെക്കുമ്പോൾ അറിയാം നല്ല പോലെ പുല്ല് വളർന്നു. മെയ് മാസം തൊട്ട് വിളിച്ചു തുടങ്ങിയത് ആളെ. അപ്പം മഴ കാരണം കൊണ്ട് അവര് വരാണ്ടാ. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും 2-3 ദിവസം വിളിച്ചു. ആവശ്യത്ത് പ്രത്യേകിച്ച് ഹൈറ്റ്. പിന്നെ മഴ പെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. എവിടെ ഇരുന്നാലും ഭംഗിയാണ്. ഇറയത്തിരുന്ന ഭംഗി. ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും മഴ ഇങ്ങോട്ട് പെയ്യുമ്പോഴേ ഈ പുല്ലിലേക്കും ഈ ചെറിയ ചെറിയ മരങ്ങളും ചെടികളൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഓടുമ്പോൾ ഇങ്ങനെ വെള്ളം വീണത് ഒക്കെ കണ്ടിരിക്കാൻ രസമാണ്. ആദ്യം മഴ പെയ്യണത് കാണാൻ ഭംഗി ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെ. കാരണം മരങ്ങളല്ലേ. മഴ ശരിക്കും ഡയറക്റ്റ് ആയിട്ട് മഴത്തുള്ളി വന്ന് വീഴില്ല. ഈ മരത്തുമ്പോ തട്ടിയ ഇലകളിൽ കൂടെ ഒക്കെ അല്ലേ വീഴാ. കാണില്ല മഴേനെ കാണാൻ പറ്റാറില്ല. ആ പാടത്തേക്കൊക്കെ നോക്കണം മഴ വീണ് കാണണമെങ്കിൽ. ഇപ്പോന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ പോയ കാരണം കാണാൻ പറ്റും. അടുത്തത് ബെൻസി സെബാസ്റ്റ്യൻ. താമരശ്ശേരിയിൽ ഏറ്റവും അതിമനോഹരമായ കോമ്പൗണ്ട് അജുചേട്ടൻ്റെതാണ്. ബ്യൂട്ടിഫുൾ. സജീവന്റെ കോമ്പൗണ്ട് നല്ല ഭംഗി. സജീന്റെ നല്ല ഭംഗിയാണ്. പക്ഷെ എങ്ങനെ കിടന്നിടുന്ന സ്ഥലമായിരുന്നു ഞാൻ ആലോചിക്കുകയാണ്. നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമായിരുന്നേ. പക്ഷെ അത് ആ സമയത്തൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വിഷമമായിരുന്നു. അയ്യോ നിങ്ങളുടെ ചേട്ടന്മാരുടെ അവരൊക്കെ വീട് എന്തൊരു ഭംഗിയാ, നിങ്ങളുടെ വീട് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടാ. ഇപ്പൊ വരുന്നവരൊക്കെ പറയും ഏറ്റവും ഭംഗിയിലുള്ള ഇത് എല്ലാം അനുയോജ്യമായ രീതിയിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ രസം. എല്ലാം ഒന്നും ഒരു തിക്കുമുട്ട അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചില കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ നടക്കാൻ സാധിക്കില്ല. അല്ല ഞാൻ പറയാണ്. അല്ല നമ്മള് ആയിട്ട് ഉണ്ടാക്കിയതല്ല, തന്നെ വന്ന് ഭവിച്ചതാണ് ഇങ്ങനെയുണ്ട്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലാണ്ട് അതായത് നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ട് അത് ഇന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ. അല്ലാണ്ട് നമ്മള് ഇപ്പൊ ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടാക്കി വേറെ ഇപ്പൊ എന്തെങ്കിലും വേറെ ബിസിനസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ കുറെ കാശുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ആവില്ല. ഇതിപ്പോ വീഡിയോയില് കാണുമ്പോ അയ്യോ ആ ഭാഗം ഭംഗിയില്ല, അപ്പൊ അവിടെ ഭംഗിയാക്കണം. ഈ ഭാഗം ഭംഗിയില്ല. ഇതിപ്പോ നമുക്ക് ക്യാമറ എവിടെയെങ്കിലും ഭംഗിയില്ല അവിടെ കാണിക്കാണ്ട് എടുക്കണം എന്നൊന്നും നോക്കാല്ലേ. മറക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ക്യാമറ വെച്ച കാരണം ക്യാമറ വെച്ച കാര്യം പറയുകയാണെങ്കിൽ അതിലത്തെ വീഡിയോയിലത്തെ കമന്റ് വായിക്കുമ്പോ. അടുത്ത് ശെൽവരാജ് സുധാകരൻ.
അതിലത്തെ ആ വീഡിയോയിലത്തെ ഞാനെന്താ പറഞ്ഞേ? ചേട്ടൻ തൊട്ടാ പറഞ്ഞത് വീഡിയോ കണ്ടു നോക്കി അപ്പോഴറിയുള്ളൂ, ഞാൻ കേട്ടില്ല. ശെൽവരാജ് സുധാകരൻ, സരിതയുടെ പാട്ട് സൂപ്പർ. വെള്ളിയാഴ്ച രാവിലെ ഡ്യൂട്ടിയിൽ വന്നാൽ ഒരു പാട്ട് പാടി സ്റ്റാറ്റസ് ഇടും വാട്സപ്പിൽ. ഇന്ന് സരിതയുടെ പാട്ട് കേട്ടപ്പോൾ അത് തന്നെ പാടാമെന്ന് വെച്ചു. വീഡിയോ സൂപ്പർ. നമ്മളാ പാട്ടുകാരനാണ്. അപ്പൊ ആളിങ്ങനെ ഒരു ദിവസം നാട്ടിൽ വരുമ്പോ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു പാട്ട് പാടിയിട്ട് പാചകം ജീവിക്കണം. വീട്ടില്ല ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വരില്ല. അടുത്ത റിയാസ്, അജു സരിതയോട് നല്ല ഭംഗിയുണ്ട്. ഇത് കേട്ട സരിത ഒന്ന് പോ ചേട്ടാ അവിടെ നിന്ന്. അത് എന്തോ ഇപ്പൊ ഇത്ര പറയാനിരിക്കുന്നു, അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന്. ഇത് കേട്ട ഉടനെ അജു മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ആ പാത്രം അരിയും താഴെ പോകും. പെട്ടെന്ന് വിഷയം മാറ്റിക്കളയാം. നിന്നെയല്ല, നമ്മുടെ ഈ വീടും പരിസരവുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സരിത പ്ലിങ് ആയല്ലോ ചേട്ടാ ഞാൻ. അജു സുഖമില്ലാതിരുന്ന ഇപ്പോൾ സരിത മരുന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അജു പറഞ്ഞു, നീ എടുത്തു തരികയാണെങ്കിൽ എൻ്റെ അസുഖം പകുതി മാറും, അതുകൊണ്ടാണ് എടുത്തു തരാൻ പറഞ്ഞത്. അങ്ങനെ 4-5 ദിവസം മരുന്ന് കഴിച്ചു. വലിയ മാറ്റമൊന്നും കാണാതിരുന്നപ്പോൾ സ്വയം പെറുപിറുത്തു. ഒരാവശ്യത്തിന് അവളോട് അങ്ങനെ പറയുകയും ചെയ്തു. അസുഖമാണെങ്കിൽ മാറുന്നുമില്ല പുല്ല്. അടുത്തത് SSKK വടകര. കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് പോയില്ലേ? കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചില്ല. നമ്മളങ്ങനെ കല്യാണം ക്ഷണിക്കാൻ മാത്രം ബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആളറിയാം, ആൾക്ക് ഞങ്ങളെ അറിയില്ല. അല്ല, എന്നിട്ട് അത് തിരുവനന്തപുരത്ത് പോയപ്പോ ഞങ്ങള് ഈ മറ്റേ സ്കൂബ ഡൈവില് കടലിന്റെ അടിയിലേക്ക് പോയില്ലേ, ആ സമയത്ത് കാർത്തിക് സൂര്യ അവിടെ ഒരു ഈ തിണ്ടുമ്പോ ചാരി നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ടൈമിലാണ് കാർത്തിക് സൂര്യയുടെ ഗോപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ക്യാമറ വേറെ ആരാണ്ട് കൊണ്ടുപോയിട്ട് അത് കടലിലാണ്ട് പോയി. അങ്ങനെ ആള് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞങ്ങള് ചെന്ന് പരിചയപ്പെട്ടത്. നമ്മളൊന്ന് പരിചയപ്പെട്ടത്. ഞാനതൊന്നും കേട്ടിട്ടില്ല കേട്ടാ. നമ്മൾ ചെന്ന് പരിചയപ്പെട്ടത് ആ സമയത്താണ്. അയ്യോ, എന്തൊരു സ്നേഹത്തില് സംസാരിച്ചെന്നറിയോ നമ്മുടെ അടുത്ത്. ആള് നമുക്ക് ആ സമയത്ത് അത് അല്ല ഇപ്പോഴും വലിയ സബ്സ്ക്രൈബേഴ്സ് ഇല്ല നമുക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ വർത്താൻ പറഞ്ഞു, ഞങ്ങളെ ചാനലിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ വേറെ ആരോ പറഞ്ഞിട്ട് ആള് നമ്മുടെ ആ വീഡിയോ കണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയിട്ടാണ് ഇത് സബ്സ്ക്രൈബർ ചെയ്തു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടു. ഡൈവിങ്ങിന്റെ ഗ്ലൈഡിങ്ങിന്റെ അല്ല പാരാഗ്ലൈഡിങ് അല്ലല്ലോ, അതിനെന്താ പറയാ, പാരസെയിലിങ് ചെയ്ത ഞങ്ങള് ബോട്ടിൽ നിന്ന്. അപ്പോ എന്നിട്ട് ആടാണോ പട്ടിയാണോ ആ വീടുമേ? പട്ടിയില്ലേ? ഞാനപ്പോ എന്നിട്ട് പറഞ്ഞത് അതിന്റെ വീഡിയോ ഇട്ടപ്പോ അതിലാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാർത്തിക് സൂര്യ. ആളതിൽ കാണിച്ചിട്ടൊന്നുമില്ല നമ്മള് അല്ലേ, നമ്മള് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കേറി വരുമ്പോഴാണ് ആളിരിക്കുന്നത് കണ്ടേ. അപ്പൊ ആളോട് ജസ്റ്റ് സംസാരിച്ചു. അപ്പൊ നല്ല സ്നേഹത്തില് സംസാരിച്ചോട്ടെ, എവിടെ വീട് ചേട്ടന്റെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടേ. ഒരു ജാടയില്ലാത്ത മനുഷ്യൻ. അപ്പൊ അങ്ങനെ കല്യാണം പറയാൻ തക്ക ബന്ധങ്ങളൊന്നും ഇല്ലേ നമുക്ക്? അതെ, ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ വേണേ പോവായിരുന്നു, വിളിക്കാണ്ടെങ്കിലും നമുക്ക് പോവാലോ. കാർത്തിക് സൂര്യ കല്യാണം പറഞ്ഞ് പോവാം. അടുത്ത് തോമസ് മംഗലം, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഇവിടെ പോയി എന്റെ ഗടികളെ, അസുഖങ്ങളിൽ നിന്ന് എല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റു അല്ലേ? പൊട്ടും പൊടിയും ബാക്കി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരൊക്കെയാണ് ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിൽ പങ്കാളികൾ? ഒന്നറിയാൻ മാത്രം. തൃശ്ശൂർ ജില്ല മുഴുവനും കവർ ചെയ്യുന്നുണ്ടോ? ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൗജന്യമായി തന്നെയാണോ അവർ വിതരണം ചെയ്യുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നെഗറ്റീവ് ചിന്തകളോടെ അല്ല കേട്ടോ ചോദിക്കുന്നത്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചോദിച്ചു പോയതാണ്. പിന്നെ എല്ലാം ഒരു വിശ്വാസമല്ലേ? നന്മകൾ ഉണ്ടാവട്ടെ. കൂട്ടാൻ ഒല്ലൂരും ചോറ് ചാലക്കുടിയിലും ആയല്ലോ. ചോറിൻ്റെ വേവ് നോക്കാൻ ഓട്ടോ പിടിച്ചു പോകണമല്ലേ? അത് ചോറ് കൊടുക്കുന്നത് സൗജന്യമായിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതന്നെ സംഭവം. അവർക്ക് ഒരു ദിവസം ഇത്ര ഊണ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ വന്ന് പറയുക. അത് ഓരോ ഏരിയകളിൽ ഏറ്റെടുത്തിട്ട് ഓരോ ഏരിയയിലുള്ള കുറച്ച് വീടുകളിൽ ഒരു 10-500 ഊണ് അങ്ങനെയാണ്. അല്ലാതെ തൃശ്ശൂർ ജില്ല മുഴുവൻ ഒറ്റ ദിവസം കൊണ്ടില്ല. കാരണം അത്രയ്ക്കും പേർക്ക് ഊണിന്റെ ആവശ്യമില്ലല്ലോ. അതെ, നമ്മൾ ലാസ്റ്റ് കൊടുത്തത് സഞ്ജുവിന്റെ കല്യാണത്തിന്റെ തലേദിവസം ജനുവരിയിലാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അന്നപ്പോ ചെറിയേട്ടന്റെ ഒരു കൊടുത്തില്ല, അവിടെ കല്യാണമല്ല. അപ്പൊ അതിന്റെ ഇടയിൽ ഇതാക്കാൻ നേരണ്ടാവില്ല, ചെറിയേട്ടന്റെ ഒരു കൊടുത്തില്ല. ബാക്കി എല്ലാവരും നമ്മൾ കൊടുത്തു. പിന്നെ ചോറ് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ കല്യാണം അടുക്കളയിൽ വെച്ചില്ല. അത് ഇവിടെ ആകുമ്പോൾ മഴ പെയ്യുമ്പോൾ തടസ്സം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയി വെച്ചത്. അതുകൊണ്ടാണ്. അകലൊന്നും പ്രശ്നമില്ല. ഇവിടെ എപ്പോഴും ഇവിടെ നമ്മുടെ പൂന്തോട്ടമല്ലേ. എന്റെ ചേട്ടാ, ഇവിടെ വലിയ പറയാൻ മാത്രം അകലൊന്നുമില്ല. ഇത് ക്യാമറയിൽ കാണുമ്പോ കുറെ സ്ഥലമുള്ള പോലെ തോന്നണതാട്ടാ. ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ. നമ്മുടെ വീട് കാണാൻ വരുന്ന ഒരു ആദ്യം പറഞ്ഞ കാര്യം, അയ്യോ ഇവിടെ ഇത്ര സ്ഥലമുള്ളൂ അല്ലേ. വീഡിയോയില് കാണുമ്പോ ഇവിടെ നിന്ന് കുറേ വഴി നടക്കണം. മീൻകുളത്തിന്റെ അടക്കി കുറേ വഴി നടക്കണം. കൊടുങ്ങല്ലൂരേ കുടിലിന്റെ അടക്കി അങ്ങനെയൊക്കെ പറയും. സോറി കുടിലിന്റെ അടക്കി നടക്കണേ കുറെ വഴിയുണ്ട്. അത്ര വഴിയൊന്നുമില്ല, 2 അടി വെച്ചാൽ അങ്ങനെ എത്തും. ഇത്രയ്ക്കുള്ള സ്ഥലമുള്ളൂ.
ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വൈഡായിട്ടേ കുറേ ഉള്ള പോലെ തോന്നണത് കേട്ടാ. അപ്പൊ പിന്നെ ചോറ് കൂട്ടാനും ചോറും തമ്മിൽ വലിയ അകലൊന്നുമില്ല അല്ലേ? അല്ല അതാണ് ഈ പറഞ്ഞത്. ഇപ്പൊ അല്ല കൂട്ടാൻ വർക്ക് ഏരിയയില് അത് വെക്കായിരുന്നു, വർക്ക് ഏരിയയില വെക്കാറില്ലോ. അല്ല ഇത് ഇവിടെ ഈ ഇറയത്തല്ല വെക്കാറ്. സാരില്ല, അവിടെ വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയിൽ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവർക്കും. ഗ്യാസും കുറ്റിയും സാധനങ്ങളൊക്കെ അവിടെ ഉള്ള കാരണം കൊണ്ട് പിന്നെ അവിടെ തന്നെ വെച്ചൂല്ലേ, അടുപ്പും അവിടെ ഇരുന്നോടുന്ന കാരണം. പിന്നെ അനിതാ പ്രവീൺ എല്ലായ്പ്പോഴും ഹായ് തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ. അപ്പൊ അനിതാ പ്രവീൺ ഒരു ഹായ്. ഞാനും കൊടുക്കാറുണ്ട് പൊതിച്ചോറ്. മൈ ഹസ്ബൻഡ് ആണ് എല്ലാ വീട്ടിൽ നിന്നും എടുത്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവര് കോട്ടയം വശത്തുള്ളവരപ്പൊ കൊടുക്കുന്നുണ്ട്. അല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. സാം സരിത ചോറ് വെന്ത് കാണും, അജു ചേട്ടോ അരി വെന്ത് കാണും എന്നാ കേട്ടോ. എന്നിട്ടാന്ന് വയ്യാണ്ടിരിക്കുമ്പോൾ അജു ചേട്ടന് മരുന്ന് കൊടുക്കാൻ സരിത അല്ലാതെ അയലത്തെ പെണ്ണിനെ വിളിക്കാൻ പറ്റുമോ? അത് ഇവള് മരുന്ന് തരേണ്ട ആവശ്യമൊന്നുമില്ല. ഗുളികയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതൊരു നമുക്ക് ഇവിടെ സരിതന്നെ എടുത്ത് തരുമ്പോ ഭയങ്കര ഒരു സുഖമാണ്. എന്തോ ഈ ഗുളികയുടെ പേര് പറഞ്ഞു തരുന്ന ചേട്ടന്. ആ ഗുളികയുടെ കവറും ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ, 2 വീതം രാവിലെയും വൈകിട്ടും, ആഹാരത്തിന് ശേഷം രാവിലെ വൈകിട്ട് 1 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ അത് വായിക്കാറിയില്ലേ? അതുപോലെ എടുത്ത് കഴിച്ചൂടെ? പിന്നെന്തിട്ടാ ഗുളികയുടെ പേര് പറഞ്ഞാ മതി എന്ന് പറയണേ ഞാൻ എന്നോട്. തെറ്റി പറഞ്ഞാണ്. മനുഷ്യനൊന്നും ആലോചിക്കാൻ സമയം കിട്ടില്ല. അതിന് മുന്നാണ് നമ്മള് വായല് തോന്നിയത് പറയുന്നു. അതാണ് സംഭവിക്കുന്നത്. കുതിരാട്ടം പപ്പു പറയുന്ന പോലെ ആലോചിക്കുന്ന സമയം താലേ. അടുത്തത് ആര്യ. ഒരു സ്നേഹവുമല്ല. ഇനി ആണെങ്കിൽ തന്നെ ഭാര്യയ്ക്ക് അസുഖം വരുമ്പോൾ ഭർത്താവ് ഇതുപോലെ എടുത്തു കൊടുക്കണം. അത് ആരും ചെയ്യാറുമില്ല. ഇത് തനി അമ്മാവൻ മൈൻഡ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോ ചായ ഉണ്ടാക്കി ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എനിക്ക് വല്ലപ്പോഴും മരുന്നെടുത്ത് തന്നിട്ടുണ്ട്. പിന്നില്ലാണ്ട് ഇന്നാള് മരുന്നെടുത്ത് തന്നതോ? ഏത് മരുന്ന്? നിനക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് തന്നത്. അല്ലാണ്ട് പിന്നെ വയ്യാണ്ട് കിടക്കണം, ഞാൻ പോയിട്ട് വാങ്ങിക്കണ. വയ്യാണ്ടായാലും തരുന്നൊക്കെ നിനക്ക് തന്നെ ആവശ്യമില്ല. ഇവിടെ തളിക്കാൻ പാതന്നെ. അതെ ഇതേ ഞാൻ പറഞ്ഞ ചേട്ടൻ മരുന്നെടുത്ത് തരാറില്ല. എനിക്ക് തരും വേണ്ട. പക്ഷെ ഭക്ഷണമൊക്കെ കൊണ്ടുതരും. ചായ വേണോന്ന് ചോദിക്കും, വന്നിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുതരും. അതെ ഞാനും വേറൊരു സ്ഥലത്ത് പോയാലും ചായ കുടിക്കില്ല. സരിത ഉണ്ടാക്കി തരുന്ന ചായ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. അതല്ല ഞാൻ പറയുന്നത് വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നതല്ല. അതായത് സരിത ഉണ്ടാക്കി തരുന്ന ചായ മാത്രം കുടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൂ. വേറെ ഒരാള് എവിടെ പോയാലും ഞാൻ ചായ കുടിക്കാറില്ല. ഇല്ല, കുടിച്ചിട്ടൊക്കെ ഉണ്ട്. എപ്പോ കുടിച്ചിട്ടുണ്ട്? അല്ല ഇവിടെ പറയണത് പറയാറുണ്ട്. അല്ല ഞാൻ പറയണത് അപ്പൊ ഗുളിക എടുത്ത് നമുക്ക് അങ്ങനെ തിരിച്ച് അപ്പോഴും ഞാൻ ഉണ്ടാക്കി തരാം ചേട്ടൻ കഴിക്കണമെന്നല്ലേ ആവണുള്ളൂ. ഈ ആര്യ പറഞ്ഞിരിക്കണത് അതല്ല. തിരിച്ച് ഭാര്യയ്ക്ക് അസുഖം വരുമ്പോ ഭർത്താക്കന്മാർ ഇത് ചെയ്യുമോ എന്നാണ് ചോദ്യം. അതായത് ചേട്ടന് ഇപ്പൊ തലവേദന വന്നു, അപ്പൊ അല്ലെങ്കിൽ ഇത് വന്നു, മൂക്കടപ്പ് വന്നു, അപ്പൊ ഞാനിങ്ങനെ വിക്സ് ഒക്കെ ഇങ്ങനെ പരട്ടി കൊടുക്കും, മൂക്കുമ്പോ പരട്ടി കൊടുക്കും, ഇങ്ങനെ മണപ്പിക്കാനൊക്കെ കൊടുക്കും. അപ്പൊ അതുപോലെ എനിക്ക് വല്ലപ്പോഴും ചേട്ടൻ വിക്സ് പരട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? 22 കൊല്ലത്തിനിടയ്ക്ക്. ശരി അതിലും വലിയ കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങളൊക്കെയല്ലേ പറയണത്. ഇവിടെ സരിതയ്ക്ക് രാത്രി 2 മണി നേരത്ത് അല്ല ഞാൻ എടുത്തോണ്ട് പോയതല്ലേ മറ്റേ സമ്മറിൻ ബദലായിരുന്നു. മേട്ടുപാളയത്തുനിന്ന് ബൈസൻവാലിയിലേക്ക് ലെഫ്റ്റ് റൈറ്റ്. ഈ കഥ കേട്ടോടെ കുറെ നാൾ ഇനി മിണ്ടി പോരുത്. ഈ കഥ രാത്രി 2 മണിക്ക് എന്നെ ചേട്ടനല്ലാണ്ട് അയലക്കത്തുനിന്ന് എല്ലാവരും എടുത്തോണ്ട് പോവാൻ. 2 ഗുളികേരെ കാര്യമാണ് പറയണത്. ഞാൻ ഇവിടെയും എടുത്ത് തോളത്ത് ഇട്ടിട്ട് ഇത്രയും ദൂരത്തേക്ക് ഈ ചെളിയോടെ ബോധമില്ല എനിക്ക്. അപ്പൊ ആശുപത്രി കൊണ്ടുപോകണ്ടേ, നേരെ വിളിക്കാന്ന് ചത്തുപോയനെ ഞാൻ. ഭർത്താക്കന്മാര് ചെയ്യില്ല എന്ന് പറയരുത് പണി ഇതുകളെ, ഭാര്യമാരെ അവഗണിക്കും എന്നുള്ള ആര്യ വിചാരിക്കണ്ടോ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അല്ല അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിന് ഞാനൊരു മറുപടി പറഞ്ഞാണ്. അയ്യോ എനിക്ക് വയ്യ ചിരിക്കാൻ. നീ കൊരങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ ഇനിയിപ്പൊ കൊരങ്ങന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരും കുറച്ച് ചേട്ടന്റെ. വിളിച്ചോ? ഒരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഇതൊന്നും. അടുത്ത വായിക്കൂ ആര്യ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അടുത്തത് അയ്യോ ഇതിന്റെ ബാക്കിയൊക്കെ എവിടെ പോയി? അതിന്റെ പാല് പോയ ഇതിന്റെ മുന്നിലത്തെയും കാണാനില്ല. ഇതിന്റെ ഇതാണ് രാസിലുലു. വീട് പരിസരം ഭംഗിയുണ്ട്, ബട്ട് അതിനേക്കാൾ സുന്ദരിയാണ് സരു. അജു അത് പറയാൻ എന്താ ഒരു മടി? 40 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമോ? കണ്ണ് തട്ടല്ലേ ദൈവമേ. അജു നിങ്ങൾക്കും ഭംഗിയുണ്ടെന്ന് സരിത പറയാറുണ്ട്.
ജഗ്ഗു അച്ഛന്റെ പോലെ തന്നെ. 43 വയസ്സ് കഴിഞ്ഞു. 43.5 വയസ്സ് കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 43 കയ്യിൽ പെടും. അപ്പൊ എനിക്ക് 40 മേലെ എല്ലാതും അതിൽ പെടും. 40 കഴിഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് 20 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 20 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. 20 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10-35 വയസ്സ് കുറയ്ക്കണ. എന്റെ ദൈവമേ, എനിക്ക് 20 വയസ്സ് കഴിഞ്ഞു എന്നല്ലോ പറയണ. 40 വയസ്സെന്നല്ലേ ചേട്ടൻ? 55 വയസ്സല്ലേ? അതിന് 50 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാന്ന്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ട്. എന്നാ ശരി. അതായത് 40 വയസ്സിനും 41 വയസ്സിനും ഇടയിലുള്ള തന്നെയാണ് പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞു എന്ന് പറയാ. 41 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും 41 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ പറയാ. എന്തെങ്കിലും അവിടെ നിന്ന് പറയും തേങ്ങരം മൂട്. ബിന്ദു ധനജൻ, CCTV ക്യാമറ വെച്ചത് എന്തുകൊണ്ടും നല്ല അല്ല. നമ്മള് വാദിക്കാൻ നിന്നിട്ട് പ്രയോജനം ഇല്ല. അപ്പൊ ഞാനത് അവിടെ ഇട്ടു. ശരി, എനിക്ക് എന്റെ ഇവിടെ ഉറുമ്പ് കടിച്ചെന്നുണ്ട്. നന്നായുള്ളൂ. ചുണ്ടിന്റെ ഉള്ളില് എവിടെ നിന്നാണ് അവസാനം വന്ന വായിക്കറി നഗറില് പറയില്ലേ എന്നെ കൊല്ലാൻ വന്നു എന്ന് പറയില്ലേ? നിന്നെ കണ്ട ആർക്കും ഒന്ന് കൊല്ലാൻ തോന്നും. എനിക്ക് എന്നെ പല വട്ടം തോന്നിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ചേട്ടനെ കാണുമ്പോ കടിക്കാൻ തോന്നുന്നു. അയ്യോ, ബിന്ദു ധനജൻ, CCTV ക്യാമറ വെച്ചത് എന്തുകൊണ്ട് നല്ലത് തന്നെ. വരും കാലങ്ങളിൽ ഇതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. ഇവരുടെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചു. നല്ല കാര്യം. അടുത്തത് ദർശന പ്രദീപ്, നല്ല ഡിസിഷൻ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നിങ്ങൾ എല്ലാവരുടെ വീടുകളിൽ നിന്നും കുറച്ച് മാറിയിട്ടല്ലേ. ഇന്നത്തെ കാലത്ത് ഇത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, സരിത യു ലുക്ക് വെരി പ്രറ്റി ഇൻ റെഡ് ആൻഡ് ഇറ്റ്സ് സിമിലർ ഷെയ്ഡ്സ്. താങ്ക് യു. നമ്മൾ ഇത്രയും വീടിൻ്റെ ഇത്രയും ദൂരത്തായതുകൊണ്ട് നമുക്ക് CCTV ശരിക്കും പറയണമെങ്കിൽ നല്ലൊരു ആവശ്യമാണ്. നമുക്ക് പണ്ട് മുതലേ തോന്നിയിട്ടില്ല. കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇഷ്ടം പോലെ വട്ടം പറഞ്ഞിട്ടുണ്ട് CCTVക്ക് എന്ന്. ഇപ്പോഴാണ് അത് ഒത്തു വന്നത്. അതെ, നല്ല കാര്യമാണെന്നാണ് കുറേ കമൻറ്റുകൾ അതിൻ്റെ അടുത്ത് വെച്ച് വളരെ വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് കണ്ടമാനം കമൻറ്റുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാളൊരു കമൻറ്റ് ഇട്ടുണ്ട്, അത് സരിത കുറച്ച് കഴിഞ്ഞാൽ വായിക്കും. സജിത മൂർക്കൻ, എൻ്റെ 2 വയസ്സുള്ള പേരക്കുട്ടി ഒരു ദിവസം വീടിന് പുറത്തു പോയി. ഞങ്ങൾ കണ്ടില്ല. എങ്ങോട്ടാ പോയതെന്ന് കുറച്ചു നേരം ഞങ്ങൾ മോനെ തിരിഞ്ഞ് ആകെ വിഷമിച്ചു. ഈശ്വരാ, പറയാനുണ്ടാ. അവൻ അടുത്ത വീട്ടിലേക്ക് കയറി പോയത് കണ്ടില്ല. അവനെ തിരയുന്നത് വീട്ടുകാരും അറിഞ്ഞില്ല. ആരെങ്കിലും പുറത്തു പോകുമ്പോൾ കതക് തുറന്നിടുമ്പോൾ മോൻ ഇറങ്ങി ഓടുമായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം തന്നെ CCTV വെച്ചു. ഇപ്പൊ 2 വർഷമായി. അതന്നെ. അപ്പൊ പിന്നെ വേഗം നമുക്ക് നോക്കാലോ എവിടേക്കാ പോയേന്ന്. ഇവിടെ ഞങ്ങള് അല്ല 2 വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഷുമാക്കറിന് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ 2 വയസ്സാട്ടാ. ഞങ്ങള് വന്നിട്ട് കുറച്ച് നാളായിട്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് നാളായിട്ടുള്ള ഇവനെ കാണാൻ ഇത് ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കല്ലേ. അതായത് ഈ മതിലൂല ഒന്നുമില്ലാട്ടാ. പാടവും തോടും വീടും പറമ്പും ഒക്കെ ഒന്നായിട്ടാ കിടക്കണേ. അപ്പൊ നമ്മുടെ പണിസ്ഥലം നിൽക്കണതിന്റെ അവിടെ ഒരു വലിയ കിണറുണ്ട്. ഇവിടെ ഈ പറമ്പിൽ തന്നെ മൊത്തം 3-4 കിണറുകളുണ്ട്. ഇങ്ങനെ കൈവരിയൊന്നും കെട്ടാണ്ട് പറമ്പിനോട് ചേർന്ന്. അതായത് ഇവിടെയൊക്കെ അന്ന് കൃഷി ഉണ്ടല്ലോ, അപ്പൊ നനയ്ക്കാനൊക്കെ വേണ്ടി ഇവിടെയൊക്കെ കിണറുകളുണ്ട്. വലിയൊരു കിണർ കൊക്കിർണി. അതെ, അതിന് ചുറ്റൊന്നും ഈ കെട്ടന്റെ ആൾമറ അങ്ങനത്തെ കെട്ട് ഇല്ലാത്ത കിണറാ. അത് പിന്നെ പറമ്പിന്റെ അറ്റത്താന്ന് നിൽക്കാം. ഇവിടെ ഈ അറ്റത്തേക്ക് ഒരിക്കലും വരില്ല. പക്ഷെ നമ്മുടെ തറവാട് വീട് ആ സമയത്തുണ്ട്. തറവാട് വീടിന്റെ തൊട്ട് അവിടെ ഇപ്പുറത്തായിട്ട് ഒരു കിണറുണ്ടായിരുന്നു, വലിയ കിണറുണ്ടായിരുന്നു. അപ്പോൾ ആ വശത്തേക്ക് പോണ് കണ്ടു എന്ന് ആരോ പറഞ്ഞു. ചേച്ചി പിന്നെ മണ്ണിലൊക്കെ കെടുന്നൂറുണ്ട്, കരച്ചിലും നിലോളിയും ഭയങ്കരതായി. പക്ഷെ അവനെവിടെയാ ചെറുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര പേടിക്കും നമ്മള്. നമുക്ക് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുണ്ടായി ആദ്യം പൊട്ട വിചാരം മനസ്സിൽ പോവുള്ളൂ. അടുത്ത് ട്രീസ വർഗീസ്, സരിത ക്യാമറ വയ്ക്കുന്നത് നല്ലതാണ്. സരിത പറഞ്ഞ പോലെ നല്ല ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എൻ്റെ വീട്ടിൽ എറണാകുളത്തുള്ളൊരു ടീമിനെ കൊണ്ട് CCTV വെച്ചിട്ട് തട്ടിക്കൂട്ട് പരിപാടി സെറ്റ് ചെയ്തിട്ട് അവര് പോയി. DVR ചീത്തയായിട്ട് അവർ അത് അഴിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അതാണ് നമ്മള് കൂടുതൽ പരിചയവും കൂടുതൽ വർഷങ്ങളായിട്ടുള്ള ആളുകള് പിന്നെ നല്ല സർവീസിംഗ് ഉള്ളവരും ആവണം. ആളുകളെ കൊണ്ട് എപ്പോഴും ചെയ്യിപ്പിക്കണം എന്നുള്ളത് ശരിയാ. ഏത് കാര്യത്തിലായില്ല കേട്ടാ. അടുത്ത് വായിക്കട്ടെ. റിയാസ്, പാടത്തുകൂടെ വന്ന് ആരും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. ക്യാമറ വെച്ച് എൻ്റെ എല്ലാ ഐഡിയകളും പൊളിച്ചു കളഞ്ഞല്ലോ മല്ലയ്യ, വല്ലാത്ത കൊലച്ചതിയായി പോയി. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വരാണെങ്കിൽ ചാർലിയും ഇമ്രാനും നല്ല സർപ്രൈസ് തരും നിങ്ങൾക്ക് വരുന്നവർക്ക് മതില് ചാടി വന്നു കഴിഞ്ഞാല് അല്ലേ. അത് ശരിയാ. അടുത്തത് രുക്മിണി CK, ഇതൊക്കെ അനാവശ്യ ചെലവല്ലേ സരിതേ? നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെന്നല്ലേ ഇതിനർത്ഥം?
ഈ പണം പാവപ്പെട്ട പട്ടിണി കിടക്കുന്നവർക്ക് കൊടുത്തൂടെ? അനാവശ്യമായിട്ടുള്ള പൈസ ചിലവല്ലേ ഇത്? പൈസ വെറുതെ കിട്ടുന്നു എന്ന് കരുതി അഹങ്കരിക്കരുത്. അത് ഭയങ്കര അതായത് ശത്രുക്കളുണ്ട് എന്നല്ലേ ഇതിനർത്ഥം? CCTV വെക്കണവരൊക്കെ ശത്രുക്കളുള്ളവരാണോ? അല്ല, ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണല്ലോ. പിന്നെ ഈ പണം പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെന്ന്? അതായത് നമ്മുടെ ചില ആവശ്യങ്ങളില്ലേ, നമ്മളിപ്പോ നമുക്ക് ഡ്രസ്സ് വേണ്ട, ഡ്രസ്സിന്റെ ആവശ്യം 2 ജോഡി ഡ്രസ് ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും. 100 ജോഡി ഡ്രസ് ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും. ഇപ്പൊ ചേച്ചിക്ക് 2 ജോഡി ഡ്രസ്സ് മാത്രം വെച്ചിട്ട് പിന്നെ ഡ്രസ്സ് ചേച്ചി എടുക്കരുത്. 2 ജോഡി ഡ്രസ്സ് ചേച്ചിക്ക് പാടുള്ളൂ. ബാക്കിയൊക്കെ പൈസ ഉണ്ടെന്നുള്ള അഹങ്കാരാണെന്നാണ് അർത്ഥം. ബാക്കി കൂടുതൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ. കാരണം ഒരു ഡ്രസ്സ് 2 ജോഡി ഡ്രസ്സ് കൊണ്ട് ആളുകൾ ജീവിച്ചോടുന്നു ഇല്ലേ? മറ്റേത് കഴിക്കും. ഒരൊറ്റ ജോഡി ഡ്രസ്സ് മതി, ഒരൊറ്റ ജോഡി ചെരുപ്പ് മതി. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വെറുതെ കിട്ടുന്ന പൈസയാണ് പറയുന്നത്. വെറുതെ കിട്ടുന്ന പൈസ ആണെങ്കിൽ ചേച്ചിയും ആ പൈസ ഉണ്ടാക്കിക്കോ, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാലോ. വെറുതെ ഒരു ഇരിക്കുമ്പോ പൈസ ഇങ്ങനെ തന്നെ വരും. അമേരിക്കയിൽ ഡോളർ അവർ അയച്ചു തരും, നമ്മൾ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. അതന്നെ. ഫോൺ ഉണ്ടല്ലോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, എന്നിട്ട് അങ്ങോട്ട് വീഡിയോ ഇട്, എന്നിട്ട് പൈസ വെറുതെ ഇരുന്ന് അങ്ങോട്ട് ഉണ്ടാക്ക്. മനസ്സിലാവും വീഡിയോ ഷൂട്ടിംഗ് എന്താണ്, അതിന്റെ കണ്ടന്റ് ഉണ്ടാക്കൽ എങ്ങനെയാണ്, അതിന്റെ എഡിറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. ചേച്ചി ഒരു ദിവസം ഞങ്ങളുടെ അവിടെ ഒരു വീഡിയോ ഒരു ദിവസം രുക്മിണി ചേച്ചി ഇങ്ങോട്ട് വാ, ഒരു ദിവസം ഞങ്ങളുടെ ഒപ്പം വീഡിയോ എടുക്കുന്നതിന്റെ ഒപ്പം ഞങ്ങളുടെ ഒപ്പം കൂട്, എന്തോരം ഞങ്ങൾ എത്ര പണിയെടുക്കേണ്ടതെന്ന് കാണാൻ പറ്റും. അനിലാകുമാരി അതിനടിയിൽ കുറച്ച് പേര് റിപ്ലൈ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ എടുത്തിട്ടില്ലേ? അത് എല്ലാവരും അതിന് ചീത്ത പറഞ്ഞിട്ടാണ്, ഈ രുക്മിണി ചേച്ചിനെ ചീത്ത പറഞ്ഞിട്ടാണ്. അതായത് അതിന് മതിയായി. പിന്നെ ഇതില് പറഞ്ഞു കൊടുത്ത് എന്തൊരു അഹങ്കാരം എന്നാ പറഞ്ഞത്. അഹങ്കാരം വെറുതെ പൈസ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കരുതെന്ന്. വെറുതെ കിട്ടണത് ഞങ്ങൾക്ക് എന്തൊരു അഹങ്കാരം. ഇതിൽ എന്തിട്ടൊക്കെയാ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യത്തില് ഇതിലൂടെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, CCTV വെക്കണവരൊക്കെ അഹങ്കാരികളാണ്, വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുന്നവരാണ്, ശത്രുക്കളുള്ളവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്മൾ ഈ ശത്രുക്കളില്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഞങ്ങൾക്ക് വധഭീഷണി ഒക്കെ വന്നിട്ടുള്ളതാ. ഞങ്ങൾക്ക് ഗംഭീരമായ വധഭീഷണി വന്നിട്ട് ഞങ്ങള് പോലീസ് സ്റ്റേഷനില്, തൃശ്ശൂര് DYSP ഓഫീസില്, കമ്മീഷണർ ഓഫീസില്, കേരള DGPക്ക്, കേരള മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും അത് 2-3 എപ്പിസോഡാക്കി വീഡിയോ ഇടും, നല്ല വ്യൂസും കിട്ടും. ഞങ്ങൾക്ക് നേരെ വധഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പനയിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും നന്നായിട്ട് ആളുകൾ കാണും. പക്ഷെ നമുക്കത് അങ്ങനത്തെ ഇട്ടിട്ട് ആളുകളെ പേടിപ്പിച്ച് കാശുണ്ടാക്കാൻ അങ്ങനത്തെ വീഡിയോ ഇട്ട് പൈസയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തോണ്ട് ഞങ്ങൾ അതൊന്നും ഇട്ടില്ല. അല്ലെങ്കിൽ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോണതും തൃശ്ശൂർ പോണതും അതൊക്കെ വീഡിയോ വ്ളോഗാക്കായിരുന്നു. അവര് വന്നിട്ട് അവസാനം ഞങ്ങളോട് വന്ന് പറഞ്ഞു. അല്ല, അപ്പൊ പോലീസുകാർ പറഞ്ഞത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ ഞങ്ങളോട് CCTV വെച്ചോളൂന്ന്. നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. നെഗറ്റീവ് കമന്റ്സ് വരും. അപ്പം അത് വരുമ്പോഴത്തേക്കും മനസ്സ് ഇതായിട്ടിരിക്കാനൊന്നും പാടില്ല. ഇതൊക്കെ എന്താ പറയാ, പോസിറ്റീവ് മാത്രം ആളുകൾ പറയണതും കേട്ടിട്ട് ഇരിക്കണമെന്നൊന്നും വിചാരിക്കരുത്. പോസിറ്റീവിന്റെ ഒപ്പം നെഗറ്റീവ് വരും. ഇതും കൂടി കേൾക്കാനും അത് ഉൾക്കൊള്ളാനും കഴിവേണ്ടേ മാത്രമാണ് ഈ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞവരെന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഭീഷണികൾ എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഭീഷണികളാണ്. വേറെ ഭീഷണി വന്നിട്ടുണ്ട്, വേറെ കുറെ ഭീഷണികൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്, ഭയങ്കരമായ ഭീഷണിയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ അങ്ങനത്തെ കുറെ വീഡിയോകൾ ഇടാൻ പറ്റും. അപ്പൊ ഞങ്ങള് CCTV വെച്ചാൽ അത്ഭുതമില്ലല്ലോ, ചേച്ചിക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇത് കൂടുതൽ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അഹങ്കാരികൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മനുഷ്യ മനസ്സിനെ എടുത്ത് അമ്മാനമാടിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ പഠിക്കുകയാണ് ആരാണ് അഹങ്കാരികൾ, അഹങ്കാരികളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ചേച്ചി പുതിയതായി കണ്ടുപിടിച്ചു CCTV വയ്ക്കുന്നവരാണ് അഹങ്കാരികളെന്ന്. അപ്പോൾ അതൊരു പുതിയൊരു അറിവാണ് അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട്. ഞാൻ പറയും എനിക്ക് നല്ലതാണുണ്ട്. അന്ന് അങ്ങോട്ട് പറയിരുന്നിട്ട് അടുത്ത കമന്റ് വായിക്കാട്ടാ. അല്ല, നമുക്ക് ഒരു രസമാണ്, നമുക്ക് ഇങ്ങനത്തെ വരുമ്പോ തന്നെ നമുക്ക് അങ്ങനെയുള്ള ആളുകളുടെ നമ്മൾ ചൊറിയാൻ പറ്റില്ല ചിലപ്പോ. നമ്മളെ ആളുകൾ പറയും നിങ്ങൾ ഇന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. അല്ല, പിന്നെ ഒരു കാര്യം പറയാം, വിഷമാവോ ഇത് കാണുന്നവർക്ക് വിഷമാവോന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ വീട്ടിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരും. ഈ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ കുറേ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളുകളായിട്ട് നമ്മളായിട്ട് കോൺടാക്റ്റ് ഉള്ളവരാ. അപ്പോൾ അവരെ നമുക്ക് ഫോണിൽ കൂടെ സംസാരിച്ചും വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടൊക്കെ അവരെ നല്ല പരിചയമായിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവർ നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. അവർ കണ്ടിട്ടില്ല, അവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ള പരിചയമുണ്ട്. ചിലവർ ഫോൺ നമ്പർ ഒന്നും ഇല്ലാണ്ട് നേരെ വന്ന് കോളിംഗ് ബെല്ലടിക്കും.
എങ്ങനെയൊക്കെയോ ആളുകളോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വരാം. അപ്പം നമുക്ക് പെട്ടെന്ന് അവർക്ക് നമ്മളെ പരിചയമുണ്ട്, നമുക്ക് അവർ തീർത്തും അപരിചിതരാണ്. അപ്പം ഇവരെ നമുക്ക് അകത്തേക്ക് വിളിച്ചു കയറ്റണോ പുറത്ത് അറിയില്ല. പുറത്ത് നിർത്തി സംസാരിച്ചാലും അവർക്ക് വിഷമാവും. അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ആരാണെന്ന് അറിയില്ല. ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ കാണണം, കുടിൽ കാണണം, മീൻകുളം കാണണം. പിന്നെ നമ്മുടെ അന്ന് വരെ ഇട്ട വീഡിയോയിലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവര്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവര് നമ്മുടെ കട്ട ഫാൻസ് ആണ്. ഇവരെങ്ങനെയൊക്കെയാണോ ദൈവമേ ഇവിടേക്ക് ഒന്നും നമ്മളെ കുറിച്ച് നമ്പർ ഒന്നുമില്ലാണ്ട് ഇവിടേക്ക് എത്തിയെന്ന്. അതേസമയം ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരാധകരാണ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ചോദിക്കും എത്ര മക്കളാണ് നിങ്ങൾക്ക്, എത്രയിലേക്ക് പഠിക്കണേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം എനിക്ക് ടെൻഷനാവും. മോളെന്തിട്ട് ചെയ്യണേ, വല്ലതും ചെയ്യണ്ട, ജോലിക്ക് പോകണ്ട, വേറെ അത് ഈ യൂട്യൂബ് മാത്രമുള്ളൂ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ കുറച്ച് വീഡിയോകളെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്കൊരു മോനുള്ളൂ, ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇവർ അധികം വീഡിയോ കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ടും പിന്നെ ഇവർ എന്തിനാണോ വന്നേക്കണേന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത്ര ആളുകൾ വരുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. ജഗ്ഗു സ്കൂളിൽ പോയിട്ടുണ്ടാവും, ചേട്ടൻ പുറത്തേക്ക് പോയിട്ടുണ്ടാവും, ഞാൻ മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ ചുറ്റുവട്ടം നിങ്ങൾക്ക് അറിഞ്ഞൂടെ വിജനമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ശത്രുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇത് വെച്ചതെന്നല്ല, നമുക്കിതൊരു അത്യാവശ്യമായിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷെ പൈസ ഒരു ഇതുകൊണ്ട് നമ്മൾ ഇത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവര് വരില്ല എന്നൊന്നും വിചാരിക്കരുത്. അവർക്ക് ഇഷ്ടമില്ലേ വരണമെന്നൊന്നും വിചാരിക്കരിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞ ഇങ്ങനത്തെ വിശദീകരണം തന്നതില് ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോട് ചേച്ചിക്ക് കാര്യം മനസ്സിലായിണ്ടോ ഇപ്പോ? ഇങ്ങനത്തെ ഇത് ഇത്രയധികം പറഞ്ഞാല് നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളോട് വിഷമല്ല, അല്ല ദേഷ്യമില്ല, അതന്നെ ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുത്. അടുത്തത് അനില കുമാരി. രുക്മിണിക്ക് ഭയങ്കര ബുദ്ധി, എന്താ കമന്റ്, കുശുംബ പൈസയുടെ അഹംഭാവം എന്ന്. കള്ളത്തരം ഇല്ലാതെ ഉണ്ടാക്കുന്ന കാശിന് അഹംഭാവം എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ മനസ്സിലായി. ആദ്യം അവർ ജീവിക്കട്ടെ, പിന്നെ പാവങ്ങൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. രുക്മിണിയുടെ ഉപദേശം. അജു, സരിത, ജഗ്ഗു, നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക. നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നില്ല, കൊടുക്കണതും പറയണില്ല. നമുക്കത് വീഡിയോയിൽ കാണിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ രുക്മിണി ചേച്ചിനെ എല്ലാവരും കൂടി റോസ്റ്റ് ചെയ്തു. അതെ, അവര് റിപ്ലൈ കമന്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വായിച്ചിട്ടില്ല. അടുത്തത് ശ്രീജ. അജുവിന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം, സരിത കേട്ട് ആസ്വദിക്കും. സരിതയ്ക്ക് കുറേ കഥകൾ കേൾക്കാം. കഥ പറയാൻ ഇഷ്ടമുള്ള അജു, കേട്ടിരിക്കുന്ന സരിത. എന്തു രസമാണ്. അജു ബാക്ക് ടു വർക്ക്. ഓണക്കാല കൃഷി നന്നായി വരട്ടെ. നമ്മൾ ആ പറമ്പിൽ പണിയെടുക്കുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര കാര്യം അത് ഇതൊക്കെ ആയിട്ട് നിങ്ങൾ വർത്താനം പറഞ്ഞില്ലേ, ഫുൾ ടൈം വർത്താനം പറയൽ തന്നെയാണ്. നമ്മൾ ലോകത്തുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ ഇതുകൾ, ഓരോരുത്തരൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നമ്മുടേതായ കാഴ്ചപ്പാടിൽ നിങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു. നിങ്ങളതിനെ ഒരു അഭിപ്രായം പറയണം, അത് കേൾക്കാൻ ഞങ്ങൾക്ക് രസം, നിങ്ങൾക്കും രസം. അങ്ങനെ പോയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്, അല്ലേ? അപ്പം അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ ചേച്ചി അത് ശ്രീജ ചേച്ചി അനിത്യ ആരെങ്കിലും അനിത്യായിരിക്കും. അനുപമ എസ്. അജു, സരിത, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മെസ്സേജുകൾ എല്ലാം വളരെ പ്രസക്തമാണ്. എൻ്റെ വീടിന്റെ അടുത്താണ് അവർ ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. മുരിഞ്ഞപ്പുഴയിലാണ് ഇപ്പോൾ. മുറിഞ്ഞപ്പുഴ ആണോ? മുറിഞ്ഞപ്പുഴ തിരുവനന്തപുരത്താണോ? അത് മുറിഞ്ഞപ്പുഴ എവിടെയാ? മരങ്ങാട്ടുപള്ളി ചോദിക്കണേ. അല്ല, നിനക്കറിയില്ല, ഞാൻ സ്വയം ആത്മകഥം പറഞ്ഞാണ്. അടുത്തത് ശ്രീദേവി സുരേഷ്. ഇന്നത്തെ വീഡിയോ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ചേട്ടൻ്റെ കൃഷിസ്ഥലവും തൈകൾ നടുന്നതും ഒക്കെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. സരിത കുട്ടി ചവർ അടിച്ചു കൂട്ടി തീ കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരം പച്ചക്കറി തൈകൾക്കും ഇത് തൂക്കി കൊടുക്കുന്നത് നല്ലതാണ്. ജഗ്ഗുവിൻ്റെ ക്ലാസ് എങ്ങനെയുണ്ട്? നല്ല കുട്ടിയാണ്, ലവ് യു ഓൾ. ജഗ്ഗുവിൻ്റെ ക്ലാസ്സൊക്കെ നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ ഓരോ ലെസണുകൾ കഴിയുമ്പോഴേ എല്ലാ വിഷയങ്ങളും ഒരു പാഠം കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് ടെസ്റ്റ്, അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ക്ലാസ് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, വലിയ മാർക്കൊന്നുമില്ല. അപ്പോൾ അത് ഇന്ന് കാലത്ത് വന്നിട്ട് അതാണ് എന്നോട് പറഞ്ഞു തുടങ്ങുന്നത്. എനിക്ക് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും തോന്നണില്ല അമ്മേ. കാരണം ഓരോ പാഠം വെച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് എനിക്ക് ഈ 10ൽ 6 മാർക്ക് 8 മാർക്കൊക്കെ ഉള്ളൂ. ഇംഗ്ലീഷിൽ മാത്രമാണ് നല്ലോണം മാർക്കുള്ളൂ. ബാക്കി പിന്നെ മാത്സ് ഒന്നും കിട്ടിയിട്ടില്ല. മാത്സ്, കെമിസ്ട്രി, ബയോളജി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പാഠമായിട്ട് ഇങ്ങനെയാകുമ്പോൾ എല്ലാ പാഠങ്ങളും കൂടിയിട്ടായിരിക്കും SLC എക്സാം. അപ്പോൾ എനിക്ക് മാർക്ക് ഉണ്ടാവുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മിഡ് ടേം ടെസ്റ്റിന് ടോട്ടൽ 350 മാർക്കായിരുന്നു. എന്നിട്ട് അത് ഓരോ പാഠം വെച്ചിട്ട് പരീക്ഷ. അത് കഴിഞ്ഞിട്ട് SSLC പരീക്ഷയ്ക്ക് ഞാൻ 458 വാങ്ങിച്ചു, 108 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു. അപ്പം ഞാനങ്ങനെ വിചാരിച്ചിട്ട് മനസ്സ് തളർന്നിരുന്നെങ്കിലോ? അപ്പം നമ്മളെന്തൊരു ചെയ്യുക, ഈ പഠിത്തം പോരാ എന്നർത്ഥം.
അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് പഠിച്ച് സമയമുണ്ടല്ലോ. പരീക്ഷ ആകുമ്പോഴത്തേക്കും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കും, A+ വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിനക്ക് പറ്റാവുന്ന പോലെ. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഇത്തിരി കൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെന്ന് പറഞ്ഞ് ഇരിക്കാൻ ഇടവരരുത്. നിന്നെ കൊണ്ടാവുന്ന പോലെ നീ ശ്രമിക്കുക. അത് ചേച്ചിട്ട് 24 മണിക്കൂർ നിന്ന് പഠിക്കാനും ഞങ്ങൾ രണ്ടുപേരും പറയാറില്ല. ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് കുറച്ച് സമയമൊക്കെ TV കണ്ട് കുറച്ച് സമയമൊക്കെ കിടന്ന് നടന്ന് കളിച്ചിട്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് പഠിച്ചാൽ മതി. പഠിക്കണത് മനസ്സിലാക്കി പഠിച്ചു പോവുക, കിട്ടാത്ത എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് സമയം ഞാൻ പഠിപ്പിക്കായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പോകണം അവൻ്റെ കാര്യങ്ങൾ. ശ്രുതി ഷാജു, വേറെ ഒരു ആചാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാലേ കല്യാണം ക്ഷണിക്കാൻ പോണ കാര്യം പറഞ്ഞു, നേരിട്ട് ചെന്ന് വിളിച്ചാലേ വരണത്. വേറെ ഒരു ആചാരമുണ്ട്, ബന്ധു വീട്ടിൽ കല്യാണക്കുറി കൊടുക്കാൻ പാടില്ല. നാട്ടുകാർക്കും കൂട്ടുകാർക്കും മാത്രം കുറി കൊടുക്കാൻ പാടുള്ളൂ. ബന്ധു വീട്ടിലപ്പം അറിയാണ്ട് നമ്മൾ ഓർമ്മയിലാണ് ദൈവമേ. പിന്നെ വഴിയിൽ വെച്ച് കുറി കൊടുത്താൽ പറ്റില്ല, വീട്ടിൽ പോയിട്ട് തന്നെ ആ വഴിയിൽ അതിന് വെച്ച് കണ്ട കല്യാണം ക്ഷണിച്ച് പോകാൻ പാടില്ല അല്ലേ? ഷോർട്ട് ഫിലിം ഉണ്ട് അങ്ങനെ, വഴിയിൽ വെച്ചിട്ട് കല്യാണം കൊടുത്തിട്ട് ഭയങ്കര വെട്ടും കുത്തായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. വീട്ടിൽ പോയി കൊടുക്കണം. ഞങ്ങൾ 3 പെൺമക്കളാണ്. അച്ഛൻ ഒറ്റ മകനും പിന്നെ പെങ്ങന്മാരായിരുന്നു. ഒരു ചേച്ചിയുടെ കല്യാണമായ ടൈം. അച്ഛൻ ബ്രെയിൻ സർജറി കഴിഞ്ഞു, സുഖമാവുന്നതേ ഉള്ളൂ. അച്ഛനെയും കൂട്ടി ഞാനാണ് പോയിരുന്നത്. അപ്പം മനസ്സിലാക്കിയതാണ് പൊന്നേ, അയ്യോ കുറ്റം കുറവും കേട്ട് മതിയായി. അന്നേരം ഞാൻ വിചാരിച്ചു ഇവരൊന്നും കല്യാണത്തിന് കൂടാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ഇപ്പം ബന്ധുക്കളൊക്കെ ഇത് വായിക്കണം കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്ക്. വീട്ടിൽ ഇതെങ്ങാനും പറഞ്ഞാൽ കിട്ടിയതെടുത്ത് വീക്കും കിട്ടും. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് ശരിയാ. നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ അച്ഛനമ്മോടും പറയാൻ പറ്റില്ലാന്നേ. നമ്മൾക്ക് ഇത്തിരി പുരോഗമന ചിന്ത വരുമ്പോ നമ്മൾ നമ്മുടെ അച്ഛനമ്മോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി എന്തൊക്കെ ധിക്കാര പറയണത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിന്ത. അവളുടെ അന്വേഷണം നോക്കാൻ തുടങ്ങി, അവന്റെ അന്വേഷണം നോക്കാൻ തുടങ്ങി. അയ്യോ പോയി. എങ്ങാനും പറഞ്ഞാൽ കിട്ടിയതെടുത്ത് വീക്ക് കിട്ടും. പക്ഷെ ഈ വക ആൾക്കാരെ ഞാൻ വക വെക്കാറില്ല. അങ്ങനെ കഴിഞ്ഞു. അടുത്ത് വായിക്കട്ടെ. ഹസീന മുസ്തഫ, ഹായ് അജു, കൃഷിഭവന്റെ അംഗീകാരം കിട്ടിയ പച്ചക്കറി പന്തൽ ഞാനും ഉണ്ടാക്കി കേട്ടോ. തിരുവനന്തപുരത്താണ്. അജുവിന്റെ വീഡിയോ കാണിച്ച് ഉണ്ടാക്കിപ്പിച്ചു. 2500 രൂപയായി. ഫ്ലാറ്റിന്റെ ടെറസിൽ കൊണ്ടുവച്ചു. കോവയ്ക്കയും പടർത്തി. എന്നെ കുറിച്ച് ആരോ പറയുന്നുണ്ട്. എന്തുട്ട് പറയണോ? ചേട്ടനെ പറയണെങ്കിൽ ഞാൻ കേക്കില്ലേ. 2500 രൂപയെന്ന് ഒരെണ്ണം തന്നെ ഉണ്ടാക്കുമ്പോ അത്രയും. കാരണം അതിന് മാത്രമായിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ എടുത്ത് അതിന് മാത്രമായിട്ട് ഇരിക്കല്ലേ. കുറെ എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇത്ര 1700 എത്ര ചെലവ്? 800 വെച്ചിട്ടാണ് ഒരെണ്ണത്തിന് ചെലവ് വന്നത്. കൂടുതൽ മെറ്റീരിയൽ അടക്കം എടുത്തിട്ട് കാലാകാലങ്ങളൊക്കെ ഉപയോഗമായിട്ട് കുറെ കൊല്ലങ്ങളോളം ഉപയോഗിക്കരുത്. അടുത്തത് നിമോ ബോയ്, ഉദ്ഘാടകൻ. കുട്ടിക്കളി മാറിയിട്ടില്ല, ബലൂൺ മുട്ടി നിൽക്കുന്നു. ബലൂൺ അവിടെ കണ്ടപ്പോ ഇങ്ങനെ തലമുണ്ട് ഹെഡ് ചെയ്ത് നിന്നു കൊറേ നേരം നിന്നു. അടുത്തത് ജയകുമാരി, അജു പച്ച ഞൊട്ടാഞ്ഞൊടിയൻ കച്ചിട്ടൊരു രക്ഷയില്ല, പഴുത്താലേ കഴിക്കാൻ പറ്റൂ. പിന്നെ അത് വയറിനും കേടാണെന്ന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര പൊട്ടയാന്ന്, വയറിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പഴുത്തിട്ട കഴിക്കാൻ പാടുള്ളൂ. അത് തുപ്പി കളഞ്ഞൂല്ലേ ഭാഗ്യത്തിന്? നന്നായി. അടുത്തത് മലയാളി സൈമൺ, മലയാളി സിംസൺ. അജുബായി, ബൈബിൾ ഉപമ പറഞ്ഞത് തെറ്റാണ് കേട്ടോ. മൊബൈലിൽ ബൈബിൾ വായിച്ചു നോക്കണം. മാർക്കോസ് 4 വായിച്ചു നോക്കണം. മത്തായി 7 ആണ് പാറപ്പുറത്തെ വീട് പണിതത്. അതായിരിക്കും ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. താങ്ക്സ് സിംസൺ, ന്യൂസിലൻഡ്. അല്ല വേറൊരാൾ കറക്റ്റ് ആയിട്ട് അത് ഫുള്ള് എഴുതിയിട്ടുണ്ട്. പാറപ്പുറത്ത് വീണ മുത്തല്ല, വിത്ത് മുളച്ചിട്ട് മരമായിട്ട് വന്നത്, അത് പിടിച്ചു നിന്നതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ഒരു കമന്റ് ഇട്ടുണ്ട്. നമുക്ക് മറ്റേ ജർമ്മനിയിലുള്ള സിസ്റ്റർ എനിക്ക് അയച്ചിട്ടുണ്ട്. വേറൊരു കമന്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടില്ലേ സ്ക്രീൻഷോട്ട്. അത് ചേട്ടന്റെ കണ്ണിയെ പെട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ സ്ക്രീൻഷോട്ടുകൾ എടുത്തപ്പോഴേ ആള് കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഞാനത് കമന്റ്സ് റിപ്ലൈ കൊടുക്കുമ്പോൾ കണ്ടതാ ആള് എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഗീത മൂരിയത്ത്, അജു പറഞ്ഞ SGKയുടെ എപ്പിസോഡ് ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും അത് ഫോളോ ചെയ്യാറുണ്ട്. മാക്സിമം വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സ്, ടാബ്ലറ്റ്സ് വേണ്ട എണ്ണം, അങ്ങനെ ഓരോന്നും. ഡ്രസ്സ് എടുക്കാതെ പറ്റില്ല, പക്ഷെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ സമയം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഞങ്ങൾ പാക്കേജ് ആയിട്ടാണ് പോവുക, അതിനാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. ഞങ്ങൾ പോകുന്ന ഗ്രൂപ്പിൽ ഏറ്റവും കുറച്ച് ലഗേജ് ഞങ്ങൾക്കായിരിക്കും. ലഗേജ് കുറവാണെങ്കിൽ പറഞ്ഞ പോലെ സുഖാട്ടാ. നമ്മൾ പിന്നെ അങ്ങനത്തെ ടൂർ പോകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ ലഗേജ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ കാറിന്റെ ഡിക്കിയിൽ വെക്കുന്നു, അവിടെ പോകുന്നു, താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. പിന്നെ അവിടെ നിന്ന് ആ ലഗേജും കൊണ്ട് നടക്കേണ്ടി വരുന്നില്ലല്ലോ. അവിടെ നിന്ന് പിന്നെ യാത്രകളൊക്കെ പോയിട്ട് പിന്നെ ലാസ്റ്റ് അവിടെ നിന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്.
അതുകൊണ്ട് താങ്ങി കൊണ്ട് നടക്കേണ്ട ഗതിയുടെ ഈ ലഗേജ് മറ്റേ ഈ പാക്കേജ് ടൂർ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ ഇതും കൊണ്ട് നടക്കണ്ടേ, അപ്പൊ പ്രശ്ന. അടുത്ത ജിജി സാബു, പാറപ്പുറത്ത് അതുണ്ട് എടുത്തിട്ടുണ്ട് ചേട്ടൻ. പാറപ്പുറത്ത് വീണ വിത്ത്. ബൈബിളിൽ വിതക്കാരന്റെ ഉപമ യേശു പറയുന്നതാണ്. കാറ്റത്ത് വീഴാത്ത വീട് ബൈബിളിലെ തന്നെ പാറപ്പുറത്ത് പണിത വീടും മണൽപ്പുറത്ത് പണിത വീടും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറയുന്ന മറ്റൊരു ഉപമയാണ്. അജു ചേട്ടൻ രണ്ടും കൂടി മിക്സായി പോയതാണ്. മനുഷ്യരുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് യേശു ഉപമകളിലൂടെ സംസാരിക്കുന്നതാണ്. ഉപമകൾ പറയണതാണ്. കഴിയാറായി. റിയാസിന്റെ മൂന്നാമത്തെ കമന്റാ വായിക്കണേ. ധനീഷ് ഉറങ്ങാൻ കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നത് കണ്ടിട്ട് ഭാര്യ ചോദിച്ചു, എന്താ ചേട്ടാ എന്ത് പറ്റി? 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഉറങ്ങാതെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നു. ധനീഷ്, അതല്ലടി ഞാൻ ആലോചിക്കുന്നത്, ആ അജുവേട്ടനും സരിതേച്ചിക്കും നമ്മളൊരു ഉദ്ഘാടനം കൊടുത്തിട്ട് കുറേ നാളായില്ലേ, അതിൻ്റെ ഒരു വിഷമമാണ്. ഭാര്യ, അതിന് നമ്മുടെ കടയെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, പുതിയ കടയൊന്നും എടുത്തിട്ടുമില്ല. ധനീഷ്, നമുക്ക് ഇപ്പോഴുള്ള കട പൂട്ടിയിട്ട് അപ്പുറത്ത് വേറൊരു കട തുടങ്ങിയാലോ, അപ്പോൾ ഒരു ഉദ്ഘാടനം കിട്ടില്ലേ, അവർക്കും ഒരു സന്തോഷമാവില്ലേ. ഭാര്യ, ഹോ എൻ്റെ ചേട്ടാ വല്ലാത്തൊരു ബുദ്ധി തന്നെ, ഇതിലും ഭേദം നിങ്ങൾ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതായിരുന്നു. വല്ലാത്ത ചിന്ത, ആരും ചിന്തിക്കാത്തൊരു ബുദ്ധിയായി പോയല്ലോ ചേട്ടാ. ഞാനത് വെറുതെ ആ സമയത്ത് വായിൽ വന്നൊരു കോമഡി പോലെ പറഞ്ഞതാ. അടുത്തത് ഇന്ദുചന്ദ്, എന്നാലും അജു ഇത് വളരെ മോശമായി പോയി കേട്ടോ. ജപ്പാന് തലസ്ഥാനമായ ടോക്കിയോ പാവം എന്തെല്ലാം തെറിവിളിച്ച് കോട്ടിയോ കോത്തയോ എന്നൊക്കെ പറഞ്ഞു. സരിതയ്ക്ക് ശരിയായ സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണെന്ന് നമുക്കറിയാം. ടോക്കിയോ ആവണേലും മുന്നത്തെ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാ പറഞ്ഞത്. കിയോട്ടോ. അന്ന് ഞാൻ എന്നിട്ട് ഗൂഗിളിൽ നോക്കിയപ്പോഴാ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ ബിഫോർ ടോക്കിയോ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ കിയോട്ടോ കണ്ടത്. കോട്ടിയോ അല്ല, കിയോട്ടോ. KYOTO കിയോട്ടോ എന്നാണ് അതിന്റെ പേര്. ഫുജി അഗ്നിപർവ്വതത്തിലേക്ക് പോണ റൂട്ടിലാണത്. അതെനിക്കറിയില്ല. അടുത്തത് ഗീത KV, ജഗ്ഗു മിടുക്കൻ. സാധാരണ ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് മുണ്ടും ചുബയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകാൻ അതിന്റെ വീഡിയോ എടുക്കാനൊക്കെ വലിയ മടിയായിരിക്കും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായാലും ജഗ്ഗു നല്ലപോലെ സഹകരിക്കുന്നുണ്ടല്ലോ, നല്ല കുട്ടി. അത് ശരിയാണ്, അവൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പൊ വലുതായിട്ടായാലും ഇപ്പൊ അവന്റെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ഓരോന്നൊക്കെ പറയണല്ലോ. ക്ലാസ്സിലത്തെ പിള്ളേര് കാണില്ലെങ്കിലും പിള്ളേരെ അമ്മമാരെല്ലാവരും കാണുന്നതാന്ന് പറഞ്ഞു. അപ്പൊ അവര് അമ്മമാര് കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞിട്ടേ ടീച്ചർമാരും കാണും. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ട് ഇവനോട് ഓരോന്ന് വന്ന് പറയും. അപ്പോൾ അത് വന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഇവന് ചമ്മല് തോന്നിട്ട് മാറി നിൽക്കാൻ വേണമെങ്കിൽ, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വിളിച്ചു കഴിഞ്ഞാൽ ആള് വരും. അടുത്തത് അർജുൻ VK, നമസ്കാരം അജേട്ടാ, സരിതേച്ചി, ജഗ്ഗുവിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സന്തോഷം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടാതെ വളരെ രുചികരമായ ഈന്തപ്പഴം പായസത്തിൻ്റെയും സാമ്പാറിൻ്റെയും പാചകം കാണുവാൻ സാധിച്ചതിലും വളരെയേറെ സന്തോഷം. ഹാവ് എ വെരി ഹാപ്പി ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. ഇതിൽ ഈ വീഡിയോയിൽ ഒരുവിധമൊക്കെ ജഗ്ഗുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടിട്ടുള്ള ഈ ആശംസകളാണ് കൂടുതൽ ഉള്ളത് കേട്ടോ. എന്തായാലും എല്ലാ ആശംസകളും വെച്ചാൽ എല്ലാവർക്കും നന്ദി. ഞങ്ങളെ ഷാജി എസ് ജെ കേട്ടാ. പിറന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ ഏറ്റവും അടുത്ത 1-2 കൂട്ടുകാരെയെങ്കിലും ക്ഷണിക്കണ്ടേ നീലകണ്ഠ. ഹാപ്പി ബർത്ത്ഡേ. സത്യത്തില് ആരും അവനങ്ങനത്തതൊന്നുമില്ല. അവനോട് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വിളിക്കൂട്ടാ. ജോവിനെയും അവരെയൊക്കെ വിളിച്ചോന്ന് പറയുന്നെങ്കിൽ വിളിച്ചേനെ. ആൾക്ക് അങ്ങനത്തതൊന്നുമില്ല, കൂട്ടുകാരെ വിളിക്കണം. തിരിച്ച് വേറെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തേന് ഇവനും പോവാറില്ലേ. ചിലപ്പോൾ ഇനി ഇത്തിരി കൂടി വലുതായാലോ അതിനൊക്കെ പോവലും അങ്ങനത്തേന് പോവലും ഇങ്ങോട്ട് വരലൊക്കെ ഉണ്ടാവാ വേണമെങ്കിൽ. അടുത്തത് പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ജഗ്ഗുമോന് പിറന്നാൾ ആശംസകൾ. അടുത്ത വർഷം നന്മകൾ നിറഞ്ഞതാവാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോനും മിഥുനത്തിലെ തിരുവോണം. ഡ്രസ്സ് സൂപ്പർ. അപ്പോൾ പിറന്നാൾ കഴിഞ്ഞൂല്ലേ, അവിട്ടം തിരുവോണം അവിട്ടം. തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടം. പ്രിയ ജോഷി, ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. അതെ, പ്രിയ ജോഷി, ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ജഗ്ഗു. കുട്ടികൾ നമ്മളെക്കാൾ വലുതായി. അവർക്കൊപ്പം പുറത്തൊക്കെ പോകുമ്പോൾ എന്തൊരു അഭിമാനവും സന്തോഷവുമാണെന്നോ. ഇന്നലെ നമ്മുടെ ഒക്കത്തൂന്ന് ഇറങ്ങി പോയതേ ഉള്ളൂ, ഇന്നിപ്പോൾ നമ്മളെക്കാൾ പൊക്കം വെച്ചു, മുണ്ടൊക്കെ കൊടുത്ത് വലിയ ആളെപ്പോലെ. എന്താ പറയുക സരിത കുട്ടാ, മോനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടോ. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ കുടുംബത്തിലും മോനും.
സന്തോഷം. നമുക്ക് പിന്നെ അറിയണില്ല അത്. പഴയ വീഡിയോ എടുത്ത് കാണുമ്പോഴാണ് ദേവി ഇവൻ ഇങ്ങനെയായിരുന്നു. ഞാൻ ഇന്നാണ് ജഗുവിൻ്റെ ഒരു മറ്റേ റൂബിക്ക ഞാൻ അച്ചാർ ഇടാനായിട്ട് കൊണ്ടുവന്ന് അച്ചാർ എന്നിട്ട് ഇടാനായിട്ട് കൊണ്ടുവന്നപ്പോൾ റൂബിക്ക ചെരിഞ്ഞേക്ക് പോലത്തെ ഒന്നും കാണാനില്ല ഒക്കെ ഇവിടെ തിന്നു. അപ്പോൾ പിന്നെ വിളിച്ചിട്ടുള്ള ഒരു ഭാഗം ഞാൻ കാണിച്ചിട്ടാ. ചെറിയൊരു കിടാവ് കുഞ്ഞിതായിട്ട് അതിനെ വിളിച്ച് ചീത്ത പറയണത് ചേട്ടൻ പാവം. വാലി ലൈഫ് വ്ളോഗ് തുടങ്ങിയ സമയത്ത് ജഗ്ഗു ഒരു ചെറിയ കുട്ടിയായിരുന്നു. എത്ര പെട്ടെന്ന് ടൈം പോകുന്നത്. ഇപ്പോൾ വലിയ ചെക്കനായി. ജഗ്ഗുവിന് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. 2017 അയ്യോ 18 നമ്മൾ ചാനൽ തുടങ്ങി. അപ്പോൾ അവന് 8 വയസ്സിലാണ് തുടങ്ങിയത്. അപ്പോൾ 15 വയസ്സായി. മീന സതീഷ് ജഗ്ഗുവിന് പിറന്നാൾ ആശംസകൾ. പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ അജു പറയുന്നു പഞ്ചാമൃതം പോലെയുണ്ട്, ആലുവ പോലെയുണ്ട്, കടുപ്പത്തിലുള്ള ചായ പോലെയുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സുന്ദരമായ പായസം നോക്കി അഭിമാന പുളകിതനായി നിൽക്കുന്ന അജുവിനെ കണ്ട് എനിക്കും സന്തോഷമായി. എന്തോരോ സാധനങ്ങളോട് ഉപമിച്ചത് പായസത്തിന്. ഞാൻ വിചാരിച്ചത് കൊളാവുക പോകുന്നു. പിന്നെ ചേട്ടൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് തന്നെ മനസ്സിലായി ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. പായസം നല്ല പായസമാണ്, കുടിക്കുന്നത് മാത്രം കാണിച്ചില്ലെന്ന് മാത്രം. അതെ ഇനിയുണ്ട്, അത് അല്ല ഞാൻ കൊണ്ടുകൊടുക്കാട്ടാ. അത് ഇന്നത്തേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടി, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ പായസം. SU ഹാപ്പി ബർത്ത്ഡേ മോനെ. ആരോഗ്യമുള്ള ദീർഘായുസ്സും സമാധാന സന്തോഷങ്ങൾ നിറഞ്ഞ നല്ലൊരു ജീവിതവും ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു മോനെ. ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 25ാം വെഡിങ് ആനിവേഴ്സറി. അതെ, അപ്പം ഞങ്ങളുടെ വക ആശംസകൾ. അതെ, ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഇന്നലെ ഞായറാഴ്ച അല്ലേ? ഇന്നലെ അപ്പം എത്രാം തീയതിയാ ഡേറ്റ്? ജൂലൈ 13 അല്ലേ? 13 അല്ല, ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാലോ. ഇന്നത്തെ ഡേറ്റ് ഇന്ന് 14. അപ്പോൾ ഇന്നലെ 13, ജൂലൈ 13-ാം തീയതി ആയിരുന്നു വാർഷികം. അടുത്തത് ജോൺ വർഗീസ്. നിങ്ങൾ ആ കുടയും പിടിച്ചു നിന്നപ്പോൾ എനിക്ക് പണ്ട് നർഗീസ് ആൻറ്റിയും രാജ് കപൂറിൻ്റെ സീൻ മനസ്സിൽ വന്നു. രാജ് കപൂർ ഒരു പാട്ടില്ലേ, നർഗീസ് ദത്ത്. എനിക്കറിയില്ല. സഞ്ജയ് ദത്തിന്റെ അമ്മയല്ലേ നർഗീസ്? എനിക്കറിയില്ല ചേട്ടാ. സുനിതത്തിന്റെ ഭാര്യ? എനിക്കറിയില്ല. അന്ന് അറിയണ്ട, അന്ന് അടുത്ത് വായിക്കി. ഞാൻ പണ്ടത്തെ ഇങ്ങനെ ഹിന്ദിയിലത്തെ നടന്മാരെന്നും എനിക്ക് അധികം അറിയില്ല. അടുത്തത് രമ്യ രതീഷ്. പിറന്നാൾ ആശംസകൾ ജഗു. അതേന്നേ, ഞാനും ഇവിടെ ഇരുന്ന് അല്ല കിടന്നു പറഞ്ഞു അവിയലിൽ ഉപ്പിടൂ കൂയി പറഞ്ഞുവല്ലേ, ഞാൻ കേട്ടില്ല, സോറി. എന്നൊക്കെ ആര് കേൾക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ കിടന്നാണ് പറഞ്ഞതെന്ന്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് വീണു. അയ്യോ സോറി, സ്റ്റെയറിൽ നിന്ന്. അതുകൊണ്ട് റെസ്റ്റാണ്, നടുവിന് ചെറിയൊരു പൊട്ടൽ. ദൈവമേ, അതുകൊണ്ട് ഫുൾ കിടന്നേ പറ്റൂട്ടാ, എന്നെങ്ങരുത്. നടുവിനായതുകൊണ്ട് അങ്ങനെ കിടന്ന്. ബാക്കിയുള്ള കയ്യും കാലൊക്കെയാണെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കാം. ഇതൊരു രക്ഷയില്ല, കിടന്ന് തന്നെ അത് സെറ്റാവണം. പിന്നെ നമ്മുടെ പുതിയതും പഴയതും നേരിലെ മുന്നിൽ കണ്ടതാണെങ്കിലും ആ വീഡിയോ ഒക്കെ കണ്ട് സമയം കളയുന്നു. സൂക്ഷിച്ച് നോക്കി. അജുചേട്ടൻ്റെ അതേ മുഖച്ചായാണ്, അതേ കുടിക്കുമ്പോൾ അറിയാം, സൂപ്പറായിരിക്കും. നമ്മുടെ അജുചേട്ടനല്ലേ ഉണ്ടാക്കിയേ. അതെന്താ ഇതിന് ചോറ് വിളമ്പാഞ്ഞേ? പായസത്തിൽ നിർത്തിയോ? വീഡിയോ സൂപ്പർ. ഇനി പഴയ വീഡിയോ പോയി കാണട്ടെ. അവൻ പായസം മാത്രം കുടിച്ച് വെടുപ്പാക്കി പോയി. പായസം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചോറ് വേണ്ടെന്ന് പറഞ്ഞു. വീട്ടില് ഇറച്ചി മീനുണ്ടെന്നുകൊണ്ടേ, പച്ചക്കറിയല്ലേ. അങ്ങനെ ഞായറാഴ്ച ജഗുവിൻ്റെ ഈ പിറന്നാൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൻ വന്നതേ, അതുകൊണ്ടാണ്. അടുത്തത് പ്രിയ ജോഷി. ഓരോന്നും ചെയ്യുമ്പോൾ നല്ലത്, അടിപൊളി എന്നൊക്കെ കമൻറ്റ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. എൻ്റെ മോൾ ഇങ്ങനെയാണ്, ഹായ് അമ്മയെ നല്ല മണം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പം ഞാൻ പറയും അതിൻ്റെ ടേസ്റ്റ് പോയി കുന്തം. അങ്ങനെ പറയാനൊരു കാരണം കേട്ടോ. എൻ്റെ അമ്മ പറയുമായിരുന്നു എന്നോട്, പ്രത്യേകിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരഭിപ്രായം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. എനിക്കൊക്കെ കേട്ട തെറുക്കി കണക്കില്ല. വല്ലപ്പോഴാണ് വല്ലതും ഉണ്ടാക്കിയേ. നമുക്ക് അവിടെ ഇവിടെ ഇരുന്നാൽ പൊറുതി ഉണ്ടാവില്ല. അടുക്കളയിൽ എന്ത് നടക്കുന്നു, ഉണ്ടാക്കി കഴിയാറായ നമുക്ക് ആലോചിച്ചിട്ട്. ഈ അച്ചപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ചപ്പത്തിന്റെ മാവ് കോരി തിന്നാനായിട്ട് തന്നെ എന്തൊരു ടേസ്റ്റാ അല്ലേ? കോരി തിന്നുന്നുണ്ട് ചേട്ടാ പിന്നിലുണ്ട്. ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിരിക്കും, നമ്മൾ വല്ലയിടത്തേക്കും പലഹാരങ്ങൾ ഇപ്പോൾ ഈ പേറ്റ് പലഹാരം കൊണ്ടുപോകാം, അങ്ങനത്തെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം, അങ്ങനത്തെ അതിന് പുറമെന്നുള്ള ചേടുത്തിയാരന്മാരാണ് പലഹാരം ഉണ്ടാക്കാൻ വരിക. അവര് ഇത് ഈ അച്ചപ്പത്തിന്റെയും കൊള്ളപ്പത്തിന്റെയും കൂട്ടുണ്ടാകുന്ന ടൈമില് നമ്മളെ പിള്ളേരുകൾ ഒരാളെ പോലും ആവശ്യത്തേക്ക് അടുപ്പിക്കില്ല. അതിന്റെ പോലെ ഉണ്ട് ഇതിന്റെ പോലെ ഉണ്ട് എന്നൊക്കെ പറയും. അതോടുകൂടി കഴിഞ്ഞു.
അതാണ് നമുക്കൊക്കെ ആ ഉണ്ടാക്കണ ഏരിയയിലേക്ക് വരാൻ പാടില്ല. ഒക്കെ പുറത്ത് അവിടെ എവിടെയെങ്കിലും പോയി കളിച്ച ഒക്കെ ഞാൻ ആട്ടി ഓടിപ്പിക്കും ഇവര്. അവരുടെ കയ്യില് അവര് പറയും നോക്കിയാ ഞാനല്ലേ ഈ കോളപ്പത്തിന്റെ കോലുകൊണ്ട് എറിയൂട്ടാന്ന് പറയും. ചേടുത്തേര് പറയേ കോളപ്പത്തിന്റെ കോലുകൊണ്ട് ഏറ് കിട്ടും നിന്റെ തലമണ്ട പൊട്ടിക്കുന്ന പറയും. അങ്ങനത്തെ അപ്പോൾ പ്രിയ ജോഷിയുടെ അമ്മ പറയുന്നു ആ ഏരിയയിലേക്ക് വരരുതെന്ന് പറയുന്നു, പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്, ഉണ്ടാക്കുന്ന സാധനം നന്നാവില്ല എന്ന്. അതേ പിന്നെ ഞാൻ അഭിപ്രായം പറയാൻ പോയിട്ടില്ല. മോള് പക്ഷെ എന്തടപ്പത്ത് വെച്ചാൽ ഓടി വന്ന് പറയും ഹായ് നല്ല മണമെന്ന്. എൻ്റെ കെട്ടിയോനും മോനും തേങ്ങ ചിരവിയത് കൈയിട്ട് വാരിയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല, കറിക്ക് രുചി ഉണ്ടാവില്ല, തേങ്ങ വാരി തിന്നല്ലേ എന്നും അമ്മ പഠിപ്പിച്ചതാണ് കേട്ടോ. അത് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടന്മാർക്ക് വല്ല കുലുക്കോ ഉണ്ടോ അതിന്? അതെന്നിട്ടാ വെച്ചാൽ അന്ന് നാളികേരം അധികം ഇല്ലല്ലോ. അപ്പൊ ഇതിന്ന് ഞാൻ ചരികി വെച്ചെന്ന് വാരി തിന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശ്വസിപ്പിച്ചാലല്ലേ എടുക്കാണ്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാ വന്ന് അങ്ങനെ അമ്മ പറഞ്ഞു, അല്ലാണ്ട് അതിൽ നിന്ന് എടുത്തോണ്ടൊന്നും ടേസ്റ്റ് പോകുന്നില്ല അല്ലേ. അളവില് കുറയില്ലേ, അളവില് കുറയുമ്പോ ടേസ്റ്റ് വ്യത്യാസം വരില്ലേ. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മറ്റേ അണ്ടിപ്പരിപ്പും ബിരിയാണി ഉണ്ടാക്കുമ്പോ വറുത്ത് കോരി വെച്ചിട്ട് ഞാൻ നിർത്തുമ്പോൾ ചീത്ത പറയില്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയില്ലേ. ഞാനൊന്നും പറയാറില്ലേ, കാരണം ചേട്ടൻ തിന്നുന്ന അറിയാവുന്നതുകൊണ്ട് അതിനനുസരിച്ച് കൂടുതലാണ് നമ്മൾ കൊണ്ടയ്ക്കാറ് എപ്പോഴും, അണ്ടിപ്പരിപ്പൊക്കെ പ്രത്യേകിച്ച്. അല്ല ഏത് സാധനങ്ങളായാലും ഇവിടെ നാളികേരം ചെറുക്കുമ്പോ തിന്നു കൂടുന്നത് ഞാനും ചെറിയേട്ടനാണ്. ചെറിയേട്ടൻ എൻ്റെ കയ്യിൽ ചെറുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി പറയും ആ മുറി കഴിഞ്ഞു ഇനി വേറെ നാളികേരം പോയിക്കുന്നെന്ന് പറയും. അതേ സ്വഭാവം തന്നെയാണ് എനിക്കും. ഞാൻ നാളികേരം നന്നായിട്ട് തിന്നും. അപ്പൊ ഒരു മുറി നാളേരം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം ആ നാളേരം മുഴുവൻ ചെരുകിക്കുമെന്ന് പറയും. അപ്പോഴേ എനിക്ക് ഒരു മുറി കിട്ടുള്ളൂ. ദിവ്യാനിൽ എല്ലാം സൂപ്പർ തന്നെ, പക്ഷെ ഒരു പിടി മുൻതൂക്കം പായസത്തിന് തന്നെ. കാരണം അവിയൽ സാമ്പാർ പപ്പടം ഒക്കെ ഡെയിലി കാണുന്നു കഴിക്കുന്നല്ലേ, അതുകൊണ്ട് വെറൈറ്റി പായസം ഉണ്ടാക്കി അജി ചേട്ടനെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പായസം അടിപൊളിയായിരുന്നു, സൂപ്പർ. ഇങ്ങനെ പൊക്കണം. അടുത്തത് ജീജ ശിവദാസ്. ഞാൻ ജൂൺ മാസം മുതൽ ആണ് വീഡിയോ കാണാൻ തുടങ്ങിയത്. പ്രഗ്നൻസി സ്റ്റോറിയാണ് ആദ്യമായി കണ്ടത്. ഇപ്പോൾ നിങ്ങളെ ഒരു സബ്സ്ക്രൈബർ ആണ്. എനിക്കും ഒരു മോനുണ്ട്. നീണ്ട 17 വർഷത്തിന് ശേഷം ദൈവം തന്ന മോൻ. ഇപ്പോൾ 10 വയസ്സായി. നിങ്ങളുടെ കഥ കേട്ടപ്പോൾ എൻ്റേതുമായി ഒരുപാട് സാമ്യം തോന്നിപ്പോയി. ജഗ്ഗു മോനെ 1000 പിറന്നാൾ ആശംസകൾ. എൻ്റെ മോനും ജഗ്ഗുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. വളരെ സന്തോഷം. മോനോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞോളൂ. അതെ. അടുത്തത് ബിജി എൽദോസ്. അജു സൂപ്പർ യങ്, കണ്ടാലും പ്രായം തോന്നില്ല. പ്രായമെന്നൊക്കെ വെറുതെ തോന്നുന്നതാണ്. രണ്ടുപേരും നല്ല ചേർച്ച, സൂപ്പർ കപ്പിൾസ്. അത് നമ്മള് വെറുതെ വർത്താനം പറഞ്ഞിട്ട് സരിത ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വയസ്സായി എന്നുള്ള വെറുതെ പറഞ്ഞാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് വയസ്സായി എന്ന് എനിക്ക് തോന്നുന്നില്ല. വയസ്സാവാൻ എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിക്കണം. ഇത്തിരി ഒന്ന് ഒരു പക്വത വരാൻ. പ്രായമാവെന്ന് പറഞ്ഞാൽ മുഖത്ത് പ്രായം തോന്നിപ്പിക്കേണ്ട കാര്യമല്ല കേട്ടോ പറഞ്ഞേ, കുട്ടിക്കളി മാറാനായിട്ട്. ചേട്ടാ കുട്ടിക്കളി മാറി കഴിഞ്ഞു, പിന്നെ എന്തിനും ഉള്ളാലോ ചേട്ടനെ, ഇതാണ് രസം. അടുത്തത് മറിയം ജോർജ്. അജു സരിത ജഗ്ഗുമോൻ. കഷായം കുടിക്കുന്ന അജുവിൻ്റെ എക്സ്പ്രഷൻ. ജഗ്ഗുമോൻ വീഡിയോ സൂപ്പർ, ഇടയ്ക്ക് അച്ഛന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അജു അസുഖം മാറി ഉഷാറാവട്ടെ. സരിത എൻ്റെ അനിൽ ചേട്ടൻ. കമ്മൽ തമാശ അടിപൊളി. പിന്നെ അകത്തിപ്പൂവ് ബജ്ജി ഉണ്ടാക്കാൻ നല്ലതാണ്. ഗോഡ് ബ്ലസ് യു ഓൾ. മഴ തൂളി തുടങ്ങിയ ചെറുതായിട്ട് മഴ തൂളി തുടങ്ങിയിട്ടാ. അടുത്തത് കിഷോർ നായർ. അജു ചേട്ടൻ ലുക്സ് ലൈക്ക് ഇന്നച്ചൻ ഇൻ മണിച്ചിത്രത്താഴ്. മിണ്ടാതെ ഉരിയാടാതെ. ഗെറ്റ് വെൽ സൂൺ. പിന്നെ സിനിശ്രീ ഈസി കിച്ചൻ. ബുഗുട്ടന്റെ ഗുരുത്വാകർഷണം കേട്ട് ചിരിച്ച് ചത്തൂന്ന്. എന്നിട്ട് പറഞ്ഞ ബുഗുട്ടൻ ഐസക് ന്യൂട്ടനെ പറഞ്ഞതാണോ? ഗീതാസ്. അജയേട്ടൻ അകത്തിച്ചീരയെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്. ഭയങ്കര പച്ചച്ചൂരാണ് ആ ചീരയ്ക്ക്. ഞാനൊരു ദിവസം ആ ചീര വെച്ചിട്ട് മുഴുവനും കളഞ്ഞു. കഴിക്കാൻ പറ്റിയില്ല പച്ചക്കുത്ത് കാരണം. അതുകൊണ്ട് ഞാൻ ആ ചെറിയ മരം മുറിച്ച് കളഞ്ഞു. അകത്തിച്ചീരയുടെ പച്ചക്കുത്ത് കളയാനുള്ള ടിപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞു തരാട്ടാ. നമുക്ക് അകത്തിച്ചീര അത് ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ എന്തോ കഴിക്കുന്നു. അങ്ങനെയൊന്നല്ല, കാക്കകൾ വന്നിട്ടുണ്ടാക്കുന്ന സൗണ്ട് ആണല്ലോ ഞാൻ മഴ തൂളുന്നത്. അല്ല മഴ തുടങ്ങി. BGS നായർ. ഇടയ്ക്കിടെ പ്രായമായി എന്ന് പറയുന്നത് നിർത്തു മിസ്റ്റർ അജു. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് മാത്രം വിശ്വസിക്കൂ. ആക്റ്റീവ് ആയിരിക്കൂ. അപ്പോൾ എല്ലാവരും വീണ്ടും പറയും അജുവിനെ കണ്ടാൽ സായിപ്പിനെ പോലെ ഇരിക്കുമെന്ന്. ഈ എഴുതുന്നത് ഞാൻ 64 വയസ്സായിട്ടും പ്രവാസിയായി ജോലി ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് ആണ് എൻ്റെ പ്രചോദനം. അപ്പൊ എൻ്റെ അച്ഛന് 73 വയസ്സായില്ലേ? 74 ആ. എന്നിട്ട് അച്ഛൻ പണിയെടുത്തിട്ട് ഇപ്പോഴും ജീവിക്കണം പാവം. അടുത്തത് നോയൽ സെബാസ്റ്റ്യൻ VB. നാഗമടത്ത് തമ്പുരാട്ടി എന്ന ഫിലിം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പോയി കണ്ടു. അടിപൊളി മൂവി. ഇനി ബാക്കി നിങ്ങളുടെ വീഡിയോ കാണാം.
നല്ല സിനിമയുടെ ഇത്. അതെ, രസാട്ട പടം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തല്ലോ. അടുത്തത് വിമല, നൈസ് വീഡിയോ. സരിത, നിങ്ങളുടെ സംസാരം ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ വരുന്ന പനി മാറിയാലും ചുമ മാസങ്ങൾ വരെ കാണും. അതിന് ആയുർവേദ മരുന്നുകൾ തന്നെ കഴിക്കണം, ചൂടുവെള്ളം കുടിക്കണം, ഒക്കെ മാറും. വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ആ മറ്റേ ഇത് കഴിച്ചു കൂടിയിട്ട് നമ്മുടെ ചുമയൊക്കെ പോയിട്ടാ. അപ്പൊ നമുക്ക് 2-3 ദിവസം കഴിച്ചു അല്ലേ? 3 ദിവസം കഴിച്ചല്ലോ. ഓടിപ്പോയി ചുമ. അടിപൊളി സാധനം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ക്ഷീണം മാറി മാറി വരണം മാത്രമേ, കുറച്ച് ദിവസം പിടിക്കില്ലോ. ക്ഷീണം മാറാനായിട്ടൊരു മരുന്ന് ഡോക്ടർ തന്നിട്ടുണ്ട്. അത് നാളെ തൊട്ട് കഴിച്ചു തുടങ്ങൂട്ടാ. അത് 2 ആഴ്ച കഴിച്ചാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞേ. അത് ക്ഷീണം മാറാൻ മാത്രല്ല, നമുക്ക് ഓജസ്സും യൗവനം തിരിച്ചു കിട്ടുന്ന പറഞ്ഞേക്കണത്. ഇനി യൗവനം തിരിച്ചു കിട്ടി അങ്കൻവാടിയെ കൊണ്ട് ചേർത്തേണ്ടി വരാവോ ചേട്ടന്? ഇപ്പൊ തന്നെ യുവാവായിട്ടിരിക്കണത്. അപ്പൊ അത് മരുന്ന് കഴിച്ചിട്ട് 2 ആഴ്ച കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കി. ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. അല്ല, എന്തിനാ ഫോട്ടോ അല്ലേ, ഇതിനെ ഫോട്ടോ നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ പോരല്ലേ തെളിവ്. ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ കാണാമല്ലോ. എല്ലാ ദിവസവും വീഡിയോ ഇടണ കാരണം. അടുത്തത് സുഷമ NP, കഷായം കുടിക്കുമ്പോൾ മുഖം ഇങ്ങനെയാണോ എന്ന ചോദ്യവും ഭാവവും കണ്ടിട്ട് ചിരി പൊട്ടിപ്പോയി എൻ്റെ പേരക്കുട്ടികൾക്ക് പോലും. അടുത്തത് സിസിലി വർഗീസ്, അജു സരിത ഗുഡ് മോർണിംഗ്. പിന്നെ അനിലൻ ചേട്ടന്റെ ചെവിയിൽ തട്ടിയുള്ള സരിതയുടെ സംസാരം അടിപൊളി. പിന്നെ അനിലൻ ചേട്ടൻ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കും കേട്ടോ. ജഗ്ഗു പഠിക്കുന്ന തിരക്കിലാണോ? ജഗ്ഗു ആണ് അന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. റജി രാജൻ, എൻ്റെ അജു ചേട്ടാ, നാട് നീളെ ഇപ്പോൾ ഈ ചുമയാണ്. എത്ര മരുന്ന് കഴിച്ചാലും മാറില്ല. കുറച്ച് നീണ്ടു നിന്നിട്ട് അതങ്ങ് മാറും. മാറിയ സമയത്ത് നമ്മൾ ഏത് മരുന്ന് കഴിക്കുന്നു അപ്പോൾ നമ്മുടെ വിചാരം ആ മരുന്ന് കൊണ്ടാണ് അസുഖം മാറിയതെന്നാണ്. നമ്മുടെ ഉള്ളു തണുക്കാതെ ചൂടായി സൂക്ഷിക്കുക. കാലാവസ്ഥ ഭയങ്കര മോശം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ അധോലോകത്തിലത്തെ എല്ലാവർക്കും പനിയാണ്. ശശി കഴിഞ്ഞു, അത് അടുത്ത് മറ്റേക്ക് സ്നേഹലിജി, ദിനേശ്, പടർന്ന് എല്ലാവർക്കും പടർന്നാണ് പോവാണ്. പനി എന്നിട്ട് പ്രശ്നം എന്നറിയോ? 2 ദിവസം പനിയുള്ളോ. പനി മാറിയാലും ഒരാൾക്ക് എണീറ്റ് നടക്കാവില്ല. ഒക്കെ ഇതിന് ക്ഷീണം, ഭയങ്കര ക്ഷീണം. അതാണ് ഈ പനിയുടെ പ്രശ്നം. മേഴ്സി ജേക്കബ്, റിട്ടയർ ചെയ്താൽ കൃത്യനിഷ്ഠ പോവാതെ നോക്കൂ. എൻ്റെ കാര്യവും കഷ്ടമാണ്. കൃത്യനിഷ്ഠ ഇല്ലാതായി. ജിമ്മൊക്കെയായി കൃത്യനിഷ്ഠ തിരിച്ചു പിടിക്കൂ. എനിക്ക് റിട്ടയർമെൻറ്റോടെ വയ്യാതായി. കൃത്യനിഷ്ഠ തീരെ ഇല്ലാതായി. തുടർന്നാണ് നിങ്ങളുടെ വീഡിയോ കണ്ടു തുടങ്ങിയത്. അത് ശരിയാ. ജോലിക്ക് പോകണ്ടെങ്കിലേ, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് കൃത്യ ടൈമല്ലേ. അപ്പൊ അവർക്ക് ആ സമയത്ത് കൃത്യമായിട്ട് എഴുന്നേറ്റ് അവരെ കാര്യങ്ങളൊക്കെ രാവിലെ തീർത്ത് ആ സമയത്തിന് ജോലിക്ക് പോയി ഇല്ലാണ്ടാവുമ്പോ കാലത്ത് എന്തിനപ്പോ നേരത്തെ എണീക്കണം. അങ്ങനെ വിചാരിച്ച് നേരത്തെ എണീക്കൂല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടു. രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം നടക്കുക, എക്സസൈസുകൾ എന്തെങ്കിലും യോഗയൊക്കെ ചെറുതായിട്ട് ചെയ്യുക. പിന്നെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നല്ലതാ. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. നമ്മുടെ അതേ വൈബുള്ള ഒരു ടീം കിട്ടണം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പോവും. അടുത്തത് സതീശൻ TP, സരിതയെ നാഗപടത്ത് തമ്പുരാട്ടി റിലീസായ അതേ സമയമാണ് മുകേഷ് കൊട്ടാരക്കര ശോഭ അഭിനയിച്ച ബലൂൺ റിലീസായത്. മുകേഷിന്റെ ഫസ്റ്റ് പടം അല്ലേ ബലൂൺ. നാഗമടത്ത് തമ്പുരാട്ടി ഏതോ പഴയ തമിഴ് റീമേക്കാണ്. ബലൂൺ നാനാ വാരിക തിരക്കഥാ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചതും. രണ്ടും തമ്മിലുള്ള അന്തരം കണ്ടോ? ബലൂൺ ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല. അവാർഡ് പടം പോലത്തെ ഞാൻ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല, മുഴുവൻ കണ്ടിട്ടില്ല. അടുത്ത് ഇൻചന്ത്, സരിത പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ശരിക്കും അജുവിന്റെ ഫേസിന് ഒരു യൂറോപ്യൻ ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. പോരാത്തതിന് നല്ല വെളുത്ത് തുടുത്ത നിറം. വെയിലത്ത് കുറച്ചേരം നിന്നാൽ കവളെല്ലാം ചുമന്ന് തുടുക്കുന്നു. അങ്ങനെ നാട്ടും പുറത്തുകാരിയായി സരിതയ്ക്ക് ഒരു സായിപ്പിനെ കിട്ടി. തനി നാടൻ തൃശ്ശൂരങ്ങാടി ഭാഷ സംസാരിക്കുന്ന സായിപ്പിനെ. കറക്റ്റ്. വെയിൽ കൊണ്ടാൽ നമ്മളൊക്കെ കറക്കും, ചേട്ടൻ ചുമക്കും. അടുത്തത് റോഷിനി, ഒരു വൈറൽ ഫീവർ വന്നപ്പോഴേക്കും ഡൗൺ ആയിപ്പോയോ അജു? അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്ഷീണമൊക്കെ മാറി ഓക്കെ ആവും. നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കിട്ടാനൊക്കെയാണ് ഇങ്ങനെ പനിയൊക്കെ വരുന്നത്. അല്ല ഇരിപ്പ് കണ്ടിട്ട് പുള്ളി ബോറടിച്ച പോലെ തോന്നി. പിന്നെ ജിമ്മിൽ പോകുന്നത് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല, നമ്മൾ നല്ല സ്ട്രോങ് ആവും. പ്രായമാകുമ്പോൾ ഉള്ള വീഴ്ച കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ മസിൽസ് സ്ട്രോങ് ആകുമ്പോൾ. നിങ്ങൾക്ക് വീട്ടിൽ ഫ്രീ ജിം ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യൂ. അകത്ത് ചീര ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇല തണലത്ത് ഉണക്കി പൊടിച്ച് തൈരിലിട്ട് കഴിക്കാൻ നല്ലതാണ് ഹെൽത്തിന്. അതിൻ്റെ പൂവ് തോരൻ വെക്കാൻ വളരെ നല്ലതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. അവർ കിലോയ്ക്ക് 150 രൂപയ്ക്ക് വിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവിധ ആശംസകൾ നേരുന്നു. അടുത്തത് വിനോദിനി KP, അജു ഏത് മരുന്ന് കഴിച്ചാലും റെസ്റ്റ് എടുക്കാതെ കഴിച്ചാൽ ഗുണം കിട്ടില്ല. റെസ്റ്റ് തന്നെയാണ് പ്രധാനം. അസുഖം കുറച്ച് ഭേദമാകുമ്പോഴേക്കും മുഴുവനും മാറി എന്ന് വിചാരിക്കും തെറ്റാണ്. അജു ഞങ്ങളെ കാണുന്നില്ലേലും അജുവിനെ ഞങ്ങൾക്ക് കാണണം. അസുഖം ഭേദമായി ഉഷാറായ അജുവിനെ. കൊത്തലും മാന്തലും അവിടെ നിൽക്കട്ടെ. ആരോഗ്യമുണ്ടെങ്കിലല്ലേ അത് ഇനിയും ചെയ്യാൻ പറ്റൂ. അജുവിന് ഒരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചി പറയുന്നതാണ് അജു അനുസരിക്കില്ലേ, അങ്ങനെ വിചാരിക്കുക. എന്തൊരു സ്നേഹമല്ല എല്ലാവർക്കും. ചേട്ടൻ്റെ ചേച്ചി പറഞ്ഞ അനുസരിക്കുന്ന ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും അനുസരിക്കില്ല എൻ്റെ ചേച്ചി. ചേട്ടന്
തോന്നണം. ഇപ്പം ദേ കമൻറ്റ് വായന കഴിഞ്ഞിട്ട് വേണം കളയ്ക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് വായന എടുക്കാൻ വിടുന്നത് അല്ലേ. അടുത്തത് മീന ശ്രീധരൻ. മക്കളെ ഇത് ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു, ഇത്രയ്ക്കും ക്ഷീണം വരുമായിരുന്നു. കഷായം കഴിക്കുമ്പോൾ അജുവിൻ്റെ സംസാരം കേട്ട് ചിരി വന്നു. കമൻസ് ഇടാൻ നേരം കിട്ടാറില്ല. കൊച്ചു മോനെ നോക്കണം. മോനും മോളും ജോലിക്ക് പോകുന്നതുകൊണ്ട് 5 മാസമായ മോനെ നോക്കണം. അല്ലേട്ടൻ ചുമ്മാ ഇരുന്നാൽ വയ്യാതാകും. പണിയെടുക്കുന്നവർ ഇരുന്നാൽ അസുഖങ്ങൾ തന്നെ വരും. ഒരുപാട് ഇഷ്ടം. നിങ്ങളെ ക്യാമറ ഫിറ്റ് ചെയ്തോ, എത്ര രൂപയായി? ക്യാമറ ഫിറ്റ് ചെയ്ത് എത്ര രൂപയെന്ന് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. ക്യാമറയ്ക്ക് 69,000 രൂപ ആണ് വന്നത്. അത് അതിനേക്കാൾ ഇപ്പൊ പകുതി വിലയ്ക്കൊക്കെ ചെയ്യാൻ പറ്റും. അത് ക്യാമറ ക്വാളിറ്റി കുറയും. പിന്നെ നമ്മൾ വെച്ചേക്കണ ഇതില്ലേ ഹാർഡ് ഡിസ്ക്, ഇത് സേവ് ചെയ്യണത് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് റേറ്റ് കുറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ടൈപ്പുള്ളത് കൊട്ടേഷൻ അവർ നമുക്ക് തരും. അതിൽ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കുറവിൽ തൊട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ ക്യാമറയുടെ എണ്ണം ഇതൊക്കെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ കുറെ വീട് ചെറിയ വീടാണെങ്കിൽ കേബിൾ കുറവല്ലേ. ഒരു മീറ്ററിന് എത്രയാ 70 ഉണ്ട് കേബിൾ. ഒരു മീറ്റർ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. നമുക്ക് 250 മീറ്റർ ആണ്ട് വേണ്ടി വന്നതുകൊണ്ട് മൊത്തം വീടിന്റെ. അതായത് ഒരു ക്യാമറ വയ്ക്കുകയാണെങ്കിൽ അല്ല 5 ക്യാമറ വയ്ക്കുകയാണെങ്കിൽ 5 കേബിള് ഒരേ സമയം വലിക്കണല്ലേ, അങ്ങനെയല്ലേ? അതിന്റെ അതെല്ലാതും കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഒരു സെന്റർ ഒരു പോയിന്റ് ഉണ്ട്, അവിടേക്ക് എത്തിക്കണം. അപ്പൊ എല്ലാ ക്യാമറയൊന്നും വയറങ്ങോട്ട് കൊണ്ടുപോകണം. ക്യാമറയിലേക്ക് കറണ്ടും എത്തണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇതുകളുണ്ട്. അപ്പൊ അത് നിങ്ങൾ വിളിച്ച് സംസാരിച്ചാൽ മതി, അവരോട് സംസാരിച്ചാൽ മതി. തേർഡ് ഐക്ക് വിളിച്ച് സംസാരിച്ചാൽ മതി. അപ്പൊ അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടാ. കഴിഞ്ഞ അപ്പോൾ അങ്ങനെ നമ്മുടെ കമൻറ്റ് വായന കഴിഞ്ഞു. നേരം ഇരുട്ടിയിട്ടില്ല, എന്നാലും ഞാൻ കളിക്കാൻ പോവാണ്. എന്തായാലും വളരെ വളരെ സന്തോഷം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.